ഹലോ 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 ഓക്കെ അല്ലേ ഓക്കെ ഓക്കെ ചാപ്റ്റർ വൈസ് ആണോ? ചാപ്റ്റർ വൈസ്, ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കുസാറ്റിൻ്റെ എക്സാം എല്ലാം ആവാറായി. സോ ചാപ്റ്റർ വൈസ് ആണോ എന്ന് ചോദിച്ചാൽ ചാപ്റ്റർ വൈസ് അല്ല. ഞാൻ റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ആയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫിസിക്സ് ആൻഡ് മാത്സ് ആർ ഇൻ ദ സെയിം ക്ലാസ്. നോ, ഫിസിക്സ് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രി മാത്രമാണ്. കെമിസ്ട്രിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 30 ക്വസ്റ്റ്യൻസോളം ഞാൻ റാൻഡം ആയിട്ട് എടുത്തിട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ ലൈവ് ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം കുസാറ്റിൻ്റെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നതിന് മുന്നേ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ +1 +2 ബേസ് ചെയ്തിട്ടാണ് കുസാറ്റ് എക്സാം എഴുതാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ബോർഡ് എക്സാമിൻ്റെ ബേസിൽ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, അപ്പം നമുക്ക് കുസാറ്റിൻ്റെ എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഫോളോ ചെയ്ത് ഇന്ന ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ഒരു എക്സാം പാറ്റേൺ അല്ല ഈ പറയുന്ന കുസാറ്റിനുള്ളത്. ഓക്കെ, സോ കുസാറ്റിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് പല സ്ഥലത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ ബോർഡ് എക്സാം ബേസ് പഠിക്കാത്ത ചാപ്റ്ററിൽ നിന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, NCERT-ലുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്, പക്ഷേ ബോർഡ് എക്സാമിന് നിങ്ങൾ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമ്മുടെ കുസാറ്റിന് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ളത്. മാത്സിനും ഫിസിക്സിനും സെയിം തന്നെയാണ്. സോ മാത്സിനും കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കുസാറ്റിന് ചോദിക്കാം. മാക്സിമം ഏരിയാസ് ഒക്കെ കവർ ചെയ്തിട്ട് വേണം എക്സാം എഴുതാൻ പോകാൻ. സോ നമ്മൾ ഇന്ന് ഈ ലൈവിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ വേറെ ഒരു സബ്ജക്റ്റിൻ്റെ ഈ ലൈവ് പോകുന്നില്ല. ഇപ്പം നമ്മൾ കെമിസ്ട്രി മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കെമിസ്ട്രിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ഞാൻ എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അത്രയാണ് നമ്മൾ ഇന്ന് ഈ ലൈവിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കാണുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പറാണ് നിങ്ങൾ ഈ 94 എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. So first question, in which case rate of diffusion is highest if all are present in the same container at the same temperature. അതായത് സെയിം ടെമ്പറേച്ചറിൽ സെയിം കണ്ടെയ്നറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഗ്യാസുകളുടെ ലിസ്റ്റാണ് താഴെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ആ ഗ്യാസുകളുടെ ലിസ്റ്റിൽ നിന്നും ഏതാണ് കൂടുതൽ ഡിഫ്യൂസ് ചെയ്ത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡിഫ്യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഡിഫ്യൂഷൻ നടക്കുന്നത് ഇതിൻ്റെ അകത്ത് ഏത് ഗ്യാസിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഗ്യാസ് ഡിഫ്യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു ലോനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾ കേട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്, ചിലർ കേട്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. നമ്മൾ ഗ്രാംസ് ലോ എന്ന് പറയും. ഓക്കെ, ദ നെയിം ഓഫ് ദാറ്റ് ലോ ഇസ് നോൺ ആസ് ഗ്രാംസ് ലോ. ഗ്രാംസ് ലോ എന്ന് പറയുന്ന ലോയിൻ്റെ ബേസിലാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇതിൻ്റെ അകത്ത് ഏതാണോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത്, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മോളാർ മാസ് കുറവുള്ളത് ഏത് ഗ്യാസ് ആണോ അതായിരിക്കും കൂടുതൽ ഡിഫ്യൂസ് ചെയ്യുക. ഈ ലോ പറയുന്നത് അത് തന്നെയാണ്. അതായത് ഡിഫ്യൂഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് എന്നാണ് ഈ ഗ്രാംസ് ലോ പറയുന്നത്. അതായത് ഏറ്റവും കുറവ് മോളാർ മാസ് ഏതിനാണോ അത് ഏറ്റവും കൂടുതൽ ഡിഫ്യൂസ് ചെയ്യും. അതിപ്പോൾ നമ്മൾ ലോജിക്കലി നോക്കുമ്പോഴും നമുക്കറിയാലോ, ഏറ്റവും വെയിറ്റ്ലെസ് ആയിട്ടുള്ളതാണ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നതും, അത് റേഡിയേഷൻ്റെ കേസിലാണെങ്കിൽ ഡീവിയേറ്റ് ചെയ്യുന്നതും, ഡിഫ്യൂഷൻ്റെ കേസിലാണെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നതും ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഏതാണോ മോളാർ മാസ് കുറവുള്ളത് അത് ഏറ്റവും കൂടുതൽ ഡിഫ്യൂസ് ചെയ്യും. ഡിഫ്യൂഷൻ്റെ റേറ്റ് കൂടുതലും കുറവ് നിർണ്ണയിക്കുന്നത് എന്താണ്, ഈ പറയുന്ന ഗ്യാസുകളുടെ മോളാർ മാസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ 4 ഓപ്ഷൻ നോക്കിയാലും ഇതിൻ്റെ അകത്ത് ഏതാണ് ഏറ്റവും കുറവ് മോളാർ മാസ് ഉള്ളത്. ഈ ഗ്രാംസ് ലോ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. റേറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈ പറയുന്ന റൂട്ട് ഓഫ് മോളാർ മാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി ഈ ഗ്രാംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആണ് ഏറ്റവും മോളാർ മാസ് കുറവുള്ളത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡിഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
Which of the following metal cannot be obtained by electrolysis of an aqueous solution? ഒരു aqueous solutionന്റെ ഇലക്ട്രോളിസിസ് വഴി ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത മെറ്റൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ്. സോ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് NaClന്റെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ടോപ്പിക് അല്ലേ. ഇലക്ട്രോളിസിസിൽ നമ്മൾ NaCl പഠിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് ആസ്പെക്റ്റിൽ ആ കാര്യം പഠിക്കുന്നുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്വസ് NaCl എടുക്കുകയാണ്. അക്വസ് NaCl എടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ മോൾട്ടൺ NaCl എടുക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. സോ അക്വസ് NaCl എടുക്കുമ്പോൾ എന്താണ് പ്രശ്നം? അക്വസ് NaCl എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വാട്ടർ ഉണ്ട്. സോ ഈ വാട്ടറിന് നമ്മുടെ ഈ പറയുന്ന സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് ഇൻവോൾവ് ചെയ്യും അല്ലേ. റിഡക്ഷൻ ഓക്സിഡേഷൻ പ്രോസസ്സ് ആണ് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അത് വാട്ടറിലും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. സോ വാട്ടറിലും ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന സമയത്ത് ഈ പറയുന്ന NaCl സോഡിയവും വാട്ടറും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ നടക്കും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചത് അല്ലേ. NaClന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ NaCl മാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്. NaCl Na+ഉം Cl- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ Na+ ഇങ്ങോട്ടേക്ക് വരുന്നു, Na+ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു? സോഡിയം മെറ്റൽ ആയിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. അതാണല്ലോ നമ്മൾ പഠിച്ച ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. Cl ആണെങ്കിൽ ക്ലോറിൻ ഗ്യാസ് ആയിട്ട് ഇവോൾവ് ചെയ്ത് പോകുന്നു. അതേസമയം ഇവിടെ വാട്ടറിൻ്റെ പ്രസൻസ് കൂടി ഉണ്ടെങ്കിലോ, വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ വാട്ടർ റിയാക്ട് ചെയ്യും. വാട്ടർ എന്ത് ചെയ്യും? 2H2O+2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ ഉണ്ടാവുന്ന എന്താണ്? H2 ആണ്. അതായത് Na പോകുന്നതിന് പകരം ഇവിടെ Na അറ്റാച്ച് ചെയ്യുന്നതിന് പകരം H2 ആണ് ഇവിടെ ലിബറേറ്റ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഉണ്ടാവുന്നത്. അതെ, അപ്പം അത് ഡിഫറെൻ്റ് ആണ്. അക്വസ് സ്റ്റേറ്റിൽ എടുക്കുമ്പോഴും മോൾട്ടൺ സ്റ്റേറ്റിൽ എടുക്കുമ്പോഴും രണ്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പം ഇവിടെ അക്വസ് സ്റ്റേറ്റിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വാട്ടർ ആണ് ആദ്യം റിയാക്ട് ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ ഈ ഇലക്ട്രോഡിൽ നിന്നും Na+ അറ്റാച്ച് ചെയ്യുന്നതിനും പകരം സോഡിയം മെറ്റൽ പ്യുവർ ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യുന്നതിന് പകരം എനിക്ക് H2 ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ H2 ഗ്യാസ് ലിബറേറ്റ് ചെയ്യും, ഇവിടെ Cl2 ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഞാൻ അതൊന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. സോ H2 Cl2 എന്ന് പറയുന്ന രണ്ട് ഗ്യാസുകളാണ് ഇവിടെ ഇവോൾവ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് എന്താ? ഈ എണ്ണേനെ വെട്ടിച്ചിട്ടാണ് H2 ഇവിടെ ഗ്യാസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ബാക്കി അവിടെ സൊല്യൂഷനിൽ Na+ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവിടെ OH- ഇവിടെ എന്താണ് ഉണ്ടാവുക? H2+ OH- എന്ന് പറയുന്ന ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ OH- നമ്മുടെ ഇലക്ട്രോലൈറ്റിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ Na+ഉം OH- കൂടെ ചേർന്നിട്ട് നമുക്ക് NaOH ആണ് കിട്ടുക. അതായത് കാസ്റ്റിക് സോഡയുടെ പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ബൈ ഇലക്ട്രോളിസിസ് ഓഫ് ആൻ അക്വസ് സൊല്യൂഷൻ. അതായത് അക്വസ് സൊല്യൂഷനിൽ എന്ത് ചെയ്യുന്നില്ല? ഇലക്ട്രോളിസിസ് നടത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള മെറ്റൽസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം അക്വസ് സൊല്യൂഷനിലും മോൾട്ടൺ സ്റ്റേജിലും ഈ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്രൊഡക്റ്റുകളായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ബൈ H2O. അതായത് ഈ പറയുന്ന H2O ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? റിയാക്ട്. അതായത് നമ്മൾ വാട്ടറിലുള്ള അക്വസ് സൊല്യൂഷനിലുള്ള ഈ പറയുന്ന മിക്സറുമായിട്ട് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എടുത്ത് നമുക്ക് റിയാക്ഷൻ നടത്താൻ പറ്റും. അതായത് ലെസ് റിയാക്റ്റീവ് മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ വെച്ചിട്ടും ഡെപ്പോസിഷൻ നടത്താൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി റിയാക്ട് വിത്ത് വാട്ടർ. അപ്പോൾ ഇത് അക്വസ് സൊല്യൂഷനിൽ റിയാക്ഷൻ പോസിബിൾ ആണ്. അതേസമയം ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആണെങ്കിൽ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആണെന്നുണ്ടെങ്കിലോ അതിൻ്റെ മോൾട്ടൺ സ്റ്റേജിൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രോളിസിസിൽ പോവുള്ളൂ. മോൾട്ടൺ സ്റ്റേജിൽ മാത്രമേ ഇലക്ട്രോളിസിസ് നടക്കുകയുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ Na, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, ഇതൊക്കെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അപ്പം ഈ പറയുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ഇലക്ട്രോളിസിസ് ഇൻ അക്വസ് സൊല്യൂഷൻ. അപ്പോൾ ഈ പറയുന്നതിൽ ഈ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആണ്. അത് കംപ്ലീറ്റ്ലി മോൾട്ടൺ സ്റ്റേജിലാണ് എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രോളിസിന് അണ്ടർഗോ ചെയ്യുള്ളൂ. Na എന്ന് പറയുന്നത് വാട്ടറിൻ്റെ പ്രസൻസിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് NaOH പ്രൊഡ്യൂസ് ചെയ്യാം. അതും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന എലമെൻറ്റ്സ് എല്ലാം എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ മോൾട്ടൺ സ്റ്റേജിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രോളിസിസ് അണ്ടർഗോ ചെയ്യുള്ളൂ. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഏതാണ് തന്നിരിക്കുന്നതിലുള്ളത്? കാൽഷ്യം. ഈ കാൽഷ്യം എന്ന് പറയുന്നത് എന്താണ്? കാൽഷ്യമാണ് അതിൻ്റെ ആൻസർ. അതായത് ഒന്നോടെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റൽ കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ബൈ ഇലക്ട്രോളിസിസ് ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷനിൽ ഇലക്ട്രോളിസിസ് എന്ത് ചെയ്യുക? നടക്കില്ലാത്ത മെറ്റൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആണെങ്കിൽ അക്വസ് സൊല്യൂഷനിൽ ഇലക്ട്രോളിസിസ് നടക്കില്ല. ലെസ് റിയാക്റ്റീവ് മെറ്റൽസിൻ്റെ കേസിലാണ് അക്വസ് സൊല്യൂഷനിൽ ഇലക്ട്രോളിസിസ് നടക്കുള്ളൂ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാൽഷ്യം എന്ന് പറയുന്ന ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആയതുകൊണ്ട് തന്നെ കാൽഷ്യം എന്ത് ചെയ്യില്ല? യെസ്, ഓപ്ഷൻ സി, അക്വസ് സൊല്യൂഷനിൽ ഇലക്ട്രോളിസിസ് നടത്തില്ല.
Okay, so ini solubility of the alkaline earth sulfate in water decreases in sequence. അതായത് solubility of the alkaline earth sulfate in water decreases in the sequence എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? കുറച്ച് മെറ്റൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന മെറ്റൽസ് ഒക്കെ എവിടെ നിന്നാണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആണല്ലേ, ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആണ്. നമുക്ക് കൺസിഡർ ചെയ്യേണ്ട എന്താണ്? സോലുബിലിറ്റി. അപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സിന്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം സോലുബിലിറ്റിനെ ഇൻവോൾവ് ചെയ്യുന്ന 2 ടൈപ്പ് എനർജി ആണുള്ളത് അല്ലേ. സോലുബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 പ്രോസസ്സാണുള്ളത്, 2 എനർജി ആണുള്ളത്. ഒന്നാമത്തെ എനർജി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഹൈഡ്രേഷൻ എനർജി അല്ലേ, അതിൻ്റെ ഹൈഡ്രേഷൻ എനർജിയാണ് ആദ്യത്തെ എനർജി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ഇറ്റ്സ് ലാറ്റിസ് എനർജി. ലാറ്റിസ് എനർജി എന്ന് പറയും, അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയും. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണ്. സോ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രേഷൻ ആദ്യം ഇപ്പോൾ NaCl ഞാൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്തു എന്ന് വിചാരിക്കുക. NaCl എനിക്ക് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡിസോൾവേഷൻ നടക്കുക? ആദ്യം NaCl എന്ത് ചെയ്യും? Na പ്ലസും Cl മൈനസും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഈ ഡിസോസിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന എനർജിയാണ് എന്ത്? ലാറ്റിസ് എനർജി അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത സാധനത്തിന് ചുറ്റും നമ്മുടെ വാട്ടർ മോളിക്യൂൾ വന്ന് അറ്റാച്ച് ചെയ്യണം. Na പ്ലസിന് ചുറ്റും ചുറ്റും എന്ത് ചെയ്യണം? വാട്ടർ മോളിക്യൂൾ വന്ന് കവർ ചെയ്ത് കഴിയുമ്പോഴാണ് Na+ ആ വാട്ടറിൽ സോലുബിൾ ആവുന്നത്. അതേപോലെ തന്നെ Cl- ചുറ്റും H+ വന്ന് കവർ ചെയ്യുമ്പോഴാണ് ആ വാട്ടർ മോളിക്യൂളിൽ ആ വാട്ടറിലെ Cl- സോലുബിൾ ആവുന്നത്. സോ അങ്ങനെയാണ് സോലുബിലിറ്റി നടക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പം ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത് ഈ പറയുന്ന സോൾട്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയും, ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന അയണിന്റെ ചുറ്റും വാട്ടർ വന്ന് കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ വന്ന് കവർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ എനർജീനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഇനി നമുക്കറിയാം ഈ പറയുന്ന Na+ ആണെങ്കിൽ ആ Na+ന്റെ ചുറ്റും നമ്മൾ വാട്ടർ മോളിക്യൂൾ വന്ന് കവർ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് എങ്ങനെയായിരിക്കണം? സൈസ് എങ്ങനെയായിരിക്കണം? സൈസ് വളരെ കുറവായിരിക്കണം. അതായത് സൈസ് കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പോസിറ്റ് ചാർജ് വാട്ടർ അതിന് ചുറ്റും വന്ന് ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യുള്ളൂ അല്ലേ. അപ്പം സൈസ് കുറവായാൽ മാത്രമേ ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ സൈസ് കുറവാവണം എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് കൺസിഡർ ചെയ്യണം അല്ലേ. മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്നതോറുമാണ് ആറ്റത്തിൻ്റെ സൈസ് കൂടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കാരണം മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം എന്ന് പറയുന്ന മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്നതോറും സൈസ് കൂടി വരുന്നതാണ്. comparing to all the elements which is present on the options നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഓർഡർ ആണ് അതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കറസ്പോണ്ടിങ് ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? വളരെ ചെറുതായിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ കാറ്റയോൺ ആയിട്ട് വരാം. സോ കാറ്റയോണിൻ്റെ സൈസ് കുറവായിരിക്കുന്നാൽ മാത്രമാണല്ലോ പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ നടക്കുള്ളൂ. സോ കാറ്റയോൺ എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റിൻ്റെ സൈസ് കുറവാണ് എന്നാലാണ് ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. അപ്പോഴാണ് സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യുള്ളൂ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. An ionic bond will be formed more easily between the elements having comparatively. അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അയണിക് ബോണ്ടിൻ്റെ കേസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് നമ്മളുടെ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ചാപ്റ്ററിൽ. കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ കോവാലൻ ബോണ്ടിനെ പറ്റിയും അയണിക് ബോണ്ടിനെ പറ്റിയും ഒക്കെ പഠിക്കുന്നുണ്ട്. സോ അയണിക് ബോണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ NaCl എടുക്കുകയാണെന്നുണ്ടെങ്കിൽ NaCl എന്തായി മാറും? Na+ഉം Cl- അല്ലേ ആയി മാറുന്നത്. ഓക്കെ, സോ ഇത് ഡിസോസിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇത് ആക്ച്വലി ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഈ NaCl ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ Na+ പോസിറ്റീവ് ചാർജും Cl- നെഗറ്റീവ് ചാർജും ആയിരിക്കണം. അതായത് Na എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 11 ആണ്. അതിൻ്റെ ലാസ്റ്റ് എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. മഗ്നീഷ്യം വരൂലേ? മനസ്സിലായില്ലടാ. ഓക്കെ, അതിൻ്റെ സോഡിയം എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോനെ കളഞ്ഞാൽ അത് മോർ സ്റ്റേബിൾ ആവും. സോ അത് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോനെ കളഞ്ഞിട്ട് Na+ ആവും. ആ Na+ എന്ന് പറയുന്നത് നമ്മളുടെ കാറ്റയോൺ ആണ് അല്ലേ. സോ കാറ്റയോൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി എന്താ ചെയ്തത്? ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്തത്. ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ നമ്മൾ പുറത്തുനിന്ന് ലാസ്റ്റ് ഷെല്ലിൽ നിന്ന് സോഡിയത്തിൻ്റെ ലാസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നമ്മൾ വിഡ്രോ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട എനർജി എന്ന് പറയുന്നത് അയണൈസേഷൻ എൻതാൽപ്പിയാണ് അല്ലേ. അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിലീസ് ഓർ
detached one electron from the last shell അല്ലെങ്കിൽ വാലൻസ് ഷെൽ എന്നാണ് നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്നത്. സോ ആ പറയുന്ന അയണൈസേഷൻ എന്താൽപ്പി ഏറ്റവും കുറവാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. കൂടുതൽ അയണൈസേഷൻ എന്താൽപ്പി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ എനർജി യൂസ് ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ എനർജിയിൽ ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. സോ അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. ഇനി CLന്റെ കേസ് എടുക്കുകയാണെങ്കിൽ NaCl എന്ന് പറയുമ്പോൾ ഫോം ചെയ്യണമെങ്കിൽ Cl- ഉണ്ടാവണം. Cl- എന്ന് പറയുന്നത് എന്താണ്? CLന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 17 ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണാണ് വരുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണും കൂടെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ്. Ma'am, will you provide slides of this sessions? Okay, I will think about that. Fine. Cl- okay. ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ, തരാം. Cl- ആണ്. Cl- ആവണം എന്നുണ്ടെങ്കിൽ എന്താണ്? അതിന് ഒരു ഇലക്ട്രോണും കൂടെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ അഫിനിറ്റി ആണ്. അതായത് എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി? മെജോറിറ്റി ആളുകൾക്ക് മാറിപ്പോകുന്നതാണ് വോട്ട് യു മീൻ ബൈ ഇലക്ട്രോൺ അഫിനിറ്റി ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്നുള്ളത്. സോ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോണെ അതിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അതിന് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയുന്നത് കൂടെ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലോറിൻ്റെ കേസ് ഞാൻ എടുക്കുകയാണെങ്കിൽ ക്ലോറിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് 287 ആയതുകൊണ്ട് തന്നെ ഈ 7 8 ആക്കാൻ വേണ്ടി ക്ലോറിന് ഒരു ഇലക്ട്രോൺ ആവശ്യമാണ്. ഓക്കെ, സോ ക്ലോറിന് ആ ഇലക്ട്രോൺ ആവശ്യമാണ്. ക്ലോറിന് ആ ഇലക്ട്രോൺ ആവശ്യമായതുകൊണ്ട് തന്നെ ക്ലോറിന്റെ ലാസ്റ്റ് ഷെല്ലിലേക്ക് ഞാൻ ആ ഇലക്ട്രോണിനെ കൊടുത്തു കഴിയുമ്പോൾ ക്ലോറിൻ വളരെ സന്തോഷത്തോടു കൂടി ആ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും. ആ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ക്ലോറിന്റെ എനർജി റിലീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പക്ഷേ ചില സമയത്ത് ഫോർ എക്സാമ്പിൾ നിയോണിന്റെ കേസിലൊക്കെ ആണെങ്കിൽ നിയോണിലേക്ക് ഞാനൊരു ഇലക്ട്രോണിനെ കൊടുക്കുന്ന സമയത്ത് നിയോണിന് ആ ഇലക്ട്രോണിന് ആവശ്യമില്ല. കാരണം നിയോൺ എന്ന് പറയുന്ന നോബൽ ഗ്യാസ് ആണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതിൻ്റെ ഒരു ഇലക്ട്രോണിന് ആവശ്യമില്ല. അപ്പം ഇലക്ട്രോണിന് ആവശ്യമില്ല എന്നാൽ എനിക്കൊരു ഇലക്ട്രോൺ ഇട്ടേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനിൽ ഞാനൊരു ഇലക്ട്രോണിനെ ഈ നിയോണിന് കൊടുക്കുന്ന സമയത്ത് നിയോൺ ആ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എനർജിയെ അബ്സോർബ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ എനർജി അബ്സോർബ് ചെയ്യുകയാണ്. ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയും. എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയും. സോ ഈ ക്ലോറിനെ സംബന്ധിച്ച് ക്ലോറിനായ ഇലക്ട്രോൺ ആവശ്യമാണ്. സോ ക്ലോറിനായ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യുക. സോ ക്ലോറിൻ ഹാവ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. അതേപോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് ക്ലോറിൻ ഈ ഒരു ഇലക്ട്രോൺ ആവശ്യമാണ്. അപ്പോൾ ക്ലോറിൻ ലവ്സ് ദാറ്റ് ഇലക്ട്രോൺ അല്ലെ. ക്ലോറിനായ ഇലക്ട്രോൺ കിട്ടിയ അത്രയും സന്തോഷം എന്ന് പറയുന്ന രീതിയിലാണ് ക്ലോറിൻ ഇരിക്കുന്നത്. സോ ക്ലോറിൻ ലവ്സ് ദാറ്റ് ഇലക്ട്രോൺ. സോ ക്ലോറിന് പോസിറ്റീവ് ഇലക്ട്രോൺ അഫിനിറ്റി ആണ്, ബട്ട് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ആണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ക്ലോറിന് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയുന്നത് നെഗറ്റീവും ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവും ആയിരിക്കണം. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പം ഇലക്ട്രോൺ അഫിനിറ്റി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോൺ ആ ഒരു ആറ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു എലമെന്റിന് ആ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന് ഇലക്ട്രോൺ അഫിനിറ്റി നെഗറ്റീവ് ആണെന്ന് പറയും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു അയണിക് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത് ലോ ആയിരിക്കണം. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം, അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ഇലക്ട്രോൺ അഫിനിറ്റി വേണം, നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി വേണം, ലോ അയണൈസേഷൻ എന്താൽപ്പി വേണം. ഓക്കെ, സോ ഈ 3 ടേം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, ലോ അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്ന കാര്യങ്ങൾ. എപ്പോഴാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി പോസിറ്റീവ് ആവുന്നത്, എപ്പോഴാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ലെസ് പോസിറ്റീവ് ആവുന്നത്, എപ്പോഴാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഹൈ പോസിറ്റീവ് ആവുന്നത്, ലോ പോസിറ്റീവ് ആവുന്നത്, ഹൈ നെഗറ്റീവ് ആവുന്നത്, ലോ നെഗറ്റീവ് ആവുന്നത് എന്നുള്ളതെല്ലാം അറിഞ്ഞിരിക്കുക. ഇലക്ട്രോൺ അഫിനിറ്റി പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇലക്ട്രോൺ അഫിനിറ്റി നെഗറ്റീവ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ലോ അയണൈസേഷൻ എന്താൽപ്പി എന്താണ്, ഹൈ അയണൈസേഷൻ എന്താൽപ്പി എന്താണ്, ഈ ഒരു ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് നമുക്ക് വേണ്ടത്. അയണിക് ബോണ്ട് ഫോം ചെയ്യുമ്പം ലോ അയണൈസേഷൻ എന്താൽപ്പിയും ഹൈ ഇലക്ട്രോൺ ഗെയിൻ അഫിനിറ്റിയുമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇലക്ട്രോൺ അഫിനിറ്റി എന്താണ്? സോ ഇലക്ട്രോൺ ഗെയിൻ അഫിനിറ്റി അല്ല, ഇലക്ട്രോൺ അഫിനിറ്റി ഹൈ അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അടുത്ത വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഹാസ് ദ ഹയസ്റ്റ് കൈനറ്റിക് എനർജി? ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതിനാണ് കൈനറ്റിക് എനർജി കൂടുതലുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് യു മീൻ ബൈ ദ 4th വൺ? നമുക്ക് ആദ്യത്തെ 3 വളരെ കൃത്യമായിട്ട് അറിയാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. അതെ, നമ്മൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും മുതലേ പഠിക്കുന്നതാണ് മാറ്റർ എന്ന് പറയുന്നത്. 3 സ്റ്റേറ്റ് ആണ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ ഹയർ ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ 4th സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന രീതിയിൽ പ്ലാസ്മ എന്ന് പറയുന്ന കാര്യം കൂടി
പഠിച്ചു തുടങ്ങിയത്. സോ വാട്ട് യു മീൻ ബൈ പ്ലാസ്മ ആക്ച്വലി? പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് എന്താണെന്ന് നമുക്കറിയാം, അതിൻ്റെ ഇന്റർ പാർട്ടിക്കുലർ സ്പേസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്ന് അറിയാം, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല എന്നറിയാം. സോ അത് സോളിഡ് ആണ്, വളരെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്, ഒരു ഷേപ്പ് ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ലിക്വിഡിന്റെ കേസിലാണെങ്കിലും ഇന്റർ പാർട്ടിക്കുലർ സ്പേസ് വളരെ കൂടുതലാണ്, ഇന്റർന്യൂക്ലിയർ ഫോഴ്സ് വളരെ കുറവാണ്. കമ്പയർ വിത്ത് ഗ്യാസ് ഇത് വളരെ വളരെ കുറവാണ്. ലിക്വിഡിനെ ഗ്യാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസിന് വളരെ അകന്നിരിക്കുന്ന പാർട്ടിക്കിൾസ് ആണ്, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ വളരെ ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് അട്രാക്റ്റീവ് ഫോഴ്സ് ഒക്കെ വളരെ ചെറുതാണ്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കൂടുതലാണെന്നൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ ആദ്യത്തെ 3 കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ വിത്ത് നോ ഡൗട്ട് വി ക്യാൻ സേ ദാറ്റ് ഗ്യാസിനാണ് എന്ത് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കൂടുതൽ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കൂടുതലുള്ളതെന്ന് പറയാം. സോ നമ്മൾ പ്ലാസ്മയുടെ കേസിൽ പറയുമ്പോൾ ആക്ച്വലി എന്താണ് പ്ലാസ്മ എന്ന് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഗ്യാസിനെ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യാണ്. ഗ്യാസിനെ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ഗേഷ്യസ് ആറ്റം ഉണ്ടാവുമല്ലോ, ആ ഗേഷ്യസ് ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടും. ഈ ഗേഷ്യസ് ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടിക്കഴിയുമ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ലീവ് ഫ്രം ദ ആറ്റം. ഇലക്ട്രോൺസ് ആറ്റത്തിൽ നിന്ന് ലീവ് ചെയ്യും. അങ്ങനെ ലീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ ആവും. നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ആറ്റം എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ ആവും. ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്ലാസ്മ എന്ന് പറയുന്നത്. ആ ചാർജ്ഡ് പാർട്ടിക്കിളായ ആറ്റം ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടി ഇലക്ട്രോൺസും ഉണ്ടാവും. ആൻഡ് ദിസ് ചാർജ്ഡ് പാർട്ടിക്കിളും ഇലക്ട്രോണും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ മെറ്റാലിക് ബോണ്ട് പഠിച്ചിട്ടുണ്ട്. മെറ്റാലിക് ബോണ്ടിന്റെ കേസിൽ എന്താണ്? സോളിഡ്സിൽ നിന്ന് ഈ പറയുന്ന പോസിറ്റീവ് കേർണൽസ് ഫോം ചെയ്യും അല്ലെ? ഓരോ ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുമ്പോൾ പോസിറ്റീവ് കേർണൽസ് ഫോം ചെയ്യും. ആ കേർണൽസും ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് മെറ്റാലിക് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സിമിലർലി ഗ്യാസിനെ ചൂടാക്കുമ്പോൾ ഗ്യാസിന്റെ ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് ചാടുമ്പോൾ അവിടെ പോസിറ്റീവ് ഗ്യാസിന്റെ ആറ്റംസ് ഉണ്ടാവും. ആ ആറ്റംസും പിന്നെ പുറത്തേടി ഇലക്ട്രോൺസും തമ്മിലുള്ള ആ ഒരു മിക്സ് ആണ് നമ്മുടെ പ്ലാസ്മ എന്ന് പറയുന്നത്. സോ ആ പുറത്ത് ചാടുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് വെരി ഫ്രീ ടു മൂവ് ആണ്. ഓക്കെ, സോ അത് അങ്ങനെയാണ് നമുക്ക് പ്ലാസ്മ. ഇപ്പോൾ നമ്മുടെ സൺ എടുക്കുക, സ്റ്റാർ, സണ്ണ്, ഇതെല്ലാം എന്താണ്? പ്ലാസ്മയാണ് അല്ലേ? 4th സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് നമ്മുടെ സൂര്യനും ചന്ദ്രനല്ല, സ്റ്റാർസ് എല്ലാം. ഓക്കെ, സോ അതൊക്കെ പ്ലാസ്മയ്ക്ക് എക്സാമ്പിൾ ആണ്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇലക്ട്രോൺ ഇസ് വെരി ഫ്രീ ടു മൂവ് ഇൻ പ്ലാസ്മ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ളത് ഈ പറയുന്ന 4 സ്റ്റേറ്റിലും പ്ലാസ്മയ്ക്കാണ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. Then, when a system releases 10 kilojoule of energy to the surroundings as work, the internal energy of the system, നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റും, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇന്റേണൽ എനർജി, വർക്ക്, പ്രഷർ റിലേറ്റ് ചെയ്തിട്ടുള്ള, ഹീറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഓൾറെഡി അറിയാം. ഞാൻ എന്താ ചെയ്തത്? when a system releases 10 kilojoule of energy to the surroundings as work. അപ്പം ആ സിസ്റ്റം എന്താ ചെയ്തത്? സിസ്റ്റം വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണോ അതോ വർക്ക് ഡൺ ടു ദ സിസ്റ്റം ആണോ? സിസ്റ്റത്തിലേക്കാണോ വർക്ക് ചെയ്തത്, സിസ്റ്റം ആണോ വർക്ക് ചെയ്തത്? when system releases 10 kilojoule energy എന്ന് പറയുമ്പം സിസ്റ്റം ആണ് അവിടെ എന്ത് ചെയ്തത്? വർക്ക് ചെയ്തത്. സിസ്റ്റം വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ് അല്ലേ? സോ ആ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ലോ ഓഫ് തെർമോ, പിന്നെ ഇന്റേണൽ എനർജി ആണ് നമുക്ക് നോക്കേണ്ടത്. ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഡെൽറ്റ യു ഈക്വൽ ടു Q plus W എന്നല്ലേ? Q എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ക്യൂവിൻ്റെ കേസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഹീറ്റ് അബ്സോർബ് ചെയ്തോ റിലീസ് ചെയ്തോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ അവിടെ ക്യൂവിൻ്റെ വാല്യൂ 0 ആണ്. ഡബ്ല്യുവിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആയതുകൊണ്ട് അവിടെ നെഗറ്റീവ് ആണ് വർക്ക് വരിക. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് -10 കിലോജൂൾ അല്ലേ? സോ യുവിൻ്റെ വാല്യൂ എത്ര വന്നു? യു ഈക്വൽ ടു -10 കിലോജൂൾ എന്ന് പറഞ്ഞു. സോ -10 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്തത്? ഡിക്രീസ്ഡ് ബൈ 10 കിലോജൂൾ. സോ ഓപ്ഷൻ എ ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, a weak acid has a dissociation constant of 1 × 10⁻⁴. The equilibrium constant for this reaction with a strong basis. Equilibrium constant കണ്ടുപിടിക്കാനാ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺ, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന 3 ചാപ്റ്ററും വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. കുസാറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾ വളരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. എനിക്ക് പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്ന 3 ചാപ്റ്ററിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന 3 ചാപ്റ്റേഴ്സാണ് ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺ, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം. അതിൻ്റെ അകത്ത് ഇക്വിലിബ്രിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വിലിബ്രിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ pH കണ്ടുപിടിക്കാം, pH കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ, അത് സ്ട്രോങ് ആസിഡ് ആയിക്കോട്ടെ, വീക്ക് ബേസ് ആയിക്കോട്ടെ, സ്ട്രോങ് ആസിഡ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഓരോരോ ഇക്വേഷൻസ് ഉണ്ട്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ആ ഇക്വേഷൻസ് വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട്
പഠിച്ചിട്ട് പോവുക. pH കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ കോഞ്ചുഗേറ്റ് ആസിഡ് എങ്ങനെ കണ്ടുപിടിക്കും, കോഞ്ചുഗേറ്റ് ബേസ് എങ്ങനെ കണ്ടുപിടിക്കും, ഒരു കോമ്പൗണ്ട് തന്നാൽ അതിൻ്റെ ആ കോഞ്ചുഗേറ്റ് ആസിഡ് എന്താണെന്ന് എഴുതാൻ പഠിക്കുക, കോഞ്ചുഗേറ്റ് ബേസ് എന്താണെന്ന് എഴുതാൻ പഠിക്കുക. വേണമെങ്കിൽ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം നമുക്ക്. ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിന് കോഞ്ചുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കാനായിട്ട് H+ ആഡ് ചെയ്യുക, കോഞ്ചുഗേറ്റ് ബേസ് കണ്ടുപിടിക്കാനായിട്ട് H- റിലീസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി. സോ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഓൾറെഡി വീക്ക് ആസിഡ് ആണ്, അതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, വീക്ക് ആസിഡ് ആണ്. അപ്പോൾ നമുക്ക് PK വാല്യൂ ആയിരിക്കും, PK വാല്യൂ അല്ലേ. അപ്പോൾ നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാലോ. K ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്, K ഡിവൈഡഡ് ബൈ KW. KWൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. KW എന്ന് പറയുന്നത് എന്താ, 10⁻14 ആണ്. ഓക്കെ, സോ ഇവിടെ KAൻ്റെ വാല്യൂ ഈസ് 1 × 10⁻4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. KWൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 × 10⁻14 ആണ്. സോ ഇറ്റ് വിൽ ബി 1.0 × 10⁻10. ഓക്കെ, സോ 10⁻10 ഓപ്ഷൻ C ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ ഒക്കെ വളരെ കൃത്യമായിട്ട് പഠിച്ചു. അതുപോലെ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ട് വേണം കേട്ടോ പോകാൻ. ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. The number of moles of oxalate ions oxidized by 1 mole of MnO4 minus ions. MnO4 minus ions oxidize ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഓക്സലേറ്റ് അയൺസിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ KMnO4ൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രിപ്പറേഷൻ മെത്തേഡിൽ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യമാണ് എന്ത്, ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം MnO4 മൈനസ് പ്ലസ് H+, MnO4 മൈനസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് യൂഷ്വലി ഈ പറയുന്ന ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, 2MnO4 മൈനസ് പ്ലസ് 16H+ പ്ലസ് 5C2O4 മൈനസ് ഗീവ്സ് 2Mn2 പ്ലസ് 8H2O പ്ലസ് 10CO2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ബാലൻസ് ചെയ്തെടുക്കുകയാണ്. എന്ത് മെത്തേഡ് വെച്ച് നമ്മൾ റിഡോക്സ് റിയാക്ഷനിൽ 2 മെത്തേഡ് പഠിക്കുന്നുണ്ടല്ലോ, ഹാഫ് റിയാക്ഷൻ മെത്തേഡും ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ വേണമെങ്കിൽ ബാലൻസ് ചെയ്യാം. അതായത് ബേസിക് ഇക്വേഷൻ ആയ MnO4 മൈനസ് പ്ലസ് C2O4 മൈനസ് ഗീവ്സ് Mn2 പ്ലസ് CO2 എന്ന് പറയുന്ന ഈ ബേസിക് ഇക്വേഷനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സലേറ്റ് അയൺ ഓക്സിഡൈസ്ഡ് ബൈ 1 മോൾ ഓഫ് MnO4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ ഇവിടെ 2 മോൾ ഓഫ് MnO4 എന്ത് വെച്ചിട്ടാണ് ഓക്സിഡൈസ് ചെയ്യുന്നത്, 5 മോൾ ഓഫ് C2O4 ആണ് 2 മോൾ ഓഫ് MnO4 ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 മോളെ എത്ര ഓക്സിഡൈസ് ചെയ്യിപ്പിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അങ്ങനെ 1 മോൾ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 5/2 അല്ലേ. ഇത് 2 മോള് 5 മോള് ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ 1 മോൾ എന്ന് പറയുന്നത് 5/2. ഓക്കെ, 5/2. അതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ അല്ലേ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 5/2, ഓപ്ഷൻ ഡി. ഒരു സെക്കൻഡ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, which of the following is formed by the dimerization of 1,3-butadiene by Diels-Alder reaction? Diels-Alder reaction ആണ്. Diels-Alder reaction എന്താണെന്ന് ഞാൻ വളരെ ജനറൽ ആയിട്ടൊന്നും പറഞ്ഞുതരാം. Diels-Alder reaction എന്ന് പറയുന്നത് ഒരു ഡൈൻ റിയാക്ട് ചെയ്യാണ്, ഡൈൻസിൻ്റെ റിയാക്റ്റാണ്. ഇതേപോലെ 2 കോമ്പൗണ്ട്സ് റിയാക്ട് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ അകത്ത് ബോണ്ട് ഷിഫ്റ്റിംഗ് നടക്കും. ബോണ്ട് ഷിഫ്റ്റിംഗ് നടന്നിട്ട് നമുക്കൊരു സൈക്ലോ കോമ്പൗണ്ട് കിട്ടും. അതിനെയാണ് നമ്മൾ എന്താ പറയുക, Diels-Alder റിയാക്ഷൻ എന്ന് പറയും. ഇത് 2 റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറയും, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നടന്നത് എന്താ, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, അപ്പോൾ ഇതിങ്ങനെയായി. ഇത് ഓൾറെഡി ഇവിടെ ഉണ്ട്, ഇത് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ ബോണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യും. ദെൻ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പം വിൽ ഗെറ്റ് എ കോമ്പൗണ്ട് ലൈക്ക് ദിസ്. സോ ഈ 2 എണ്ണം കൂടി ബോണ്ട് ഷിഫ്റ്റിംഗ് നടന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു സൈക്കിൾ കോമ്പൗണ്ട് ഫോം ചെയ്തെടുക്കുന്നതിനെയാണ് Diels-Alder എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മൾ ഈ 2 എണ്ണം ഇതിപ്പോൾ ഞാനൊരു 1,3-butadieneും ഈത്തീനും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്, Diels-Alder റിയാക്ഷൻ എക്സാമ്പിൾ കാണിച്ചു തന്നത്. നമുക്ക് എടുക്കേണ്ടത് എന്താണ്, 2 1,3-butadiene ഡൈമറൈസ് ചെയ്യണം. അതായത് സെയിം കോമ്പൗണ്ട് തന്നെ ഡൈമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് പ്രൊഡക്റ്റാണ് കിട്ടാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതുപോലത്തെ 2
1,3 ബ്യൂട്ടാഡൈൻ എടുക്കുകയാണ്. 2,1,3 ബ്യൂട്ടാഡൈൻ എടുത്തിട്ട് ഇത് ഡൈമറൈസ് ചെയ്യുകയാണ്. അപ്പം ആസ് യൂഷ്വൽ ഇതിങ്ങോട്ടേക്ക് പോകും, ഇതിങ്ങോട്ടേക്ക് പോകും, ഇതിങ്ങോട്ടേക്ക് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ എഴുതി നോക്കിയാൽ മനസ്സിലാവും വളരെ കൃത്യമായിട്ട്. ഇതാ ഇങ്ങനെ ഒരു കോമ്പൗണ്ടായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുമ്പോൾ കിട്ടുക. ഇത് ആക്ച്വലി ഇവിടെ CH2 ആണല്ലോ ലാസ്റ്റ് വരാം, ഇവിടെ H ഉണ്ടാവും. ഓക്കെ, സോ ഓപ്ഷൻ ഫസ്റ്റ് ആണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു സൈക്ലിക് കോമ്പൗണ്ട് ഇതാ ഈ സൈക്ലിക് കോമ്പൗണ്ട് കിട്ടും. ബാക്കിയുള്ളത് ഇതാ ഇത്രയും പോർഷനാണ്, ബാക്കിയുള്ളത് ഇത്രയും പോർഷനാണ്. ആ ഇത്രയും പോർഷൻ ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്തു എന്നേ ഉള്ളൂ. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ. Then which among the following is beta-lactam antibiotic? Beta-lactam antibiotic ഉള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആക്ച്വലി വാട്ട് യു മീൻ ബൈ ബീറ്റാ-ലാക്ടം? ബീറ്റാ-ലാക്ടം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു 4 മെമ്പേർഡ് റിംഗ് ആണ്. ഓക്കെ, 4 മെമ്പേർഡ് ബീറ്റാ-ലാക്ടം കെമിക്കൽ റിംഗ് ഉള്ള ഫോർമുല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കുറച്ച് ആൻറ്റിബയോട്ടിക്സ് ആണ്. സോ ഇതിൻ്റെ ഉള്ളിൽ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പെനിസിലാണ്. പെനിസിലിനിൽ നമ്മൾ 4 ബീറ്റാ-ലാക്ടത്തിൻ്റെ റിങ്ങുകളുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതിലൊന്നും ബീറ്റാ-ലാക്ടത്തിൻ്റെ റിങ് നമുക്ക് കാണാൻ പറ്റില്ല. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ എന്താ ബീറ്റാ-ലാക്ടത്തിൻ്റെ സ്ട്രക്ചർ, അതൊന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ ജനറൽ ആയിട്ട് ഓർത്തിരിക്കുക. പെനിസിലിയം എന്ന് പറയുന്ന 4 ബീറ്റാ-ലാക്ടം റിങ്ങുകൾ ചേർന്നിട്ടുണ്ടാവുന്ന ഒരു സ്ട്രക്ചറാണ് പെനിസിലിയത്തിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ബീറ്റാ-ലാക്ടം ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് എന്താണ്? പെനിസിലിനാണ്. Okay, then the following reaction is best accomplished by. ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കാൻ ചാൻസ് ഉള്ളത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് കണ്ടീഷൻ വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്? ട്രീറ്റിംഗ് വിത്ത് സ്ട്രോങ് ബേസ്, heating at 50 degrees Celsius, treating with a strong acid like concentrated H2SO4. നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കോൺസെൻട്രേറ്റഡ് H2SO4 വരുമ്പം പ്രോട്ടോണേഷൻ നടക്കും അല്ലേ? പ്രോട്ടോണേഷൻ നടന്നിട്ട് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇത് ഇവിടെ നിന്ന് റിലീസായി പോകും. ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെ നിൽക്കും. സോ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്ട്രോങ് ആസിഡ് ലൈക്ക് കോൺസെൻട്രേറ്റഡ് H2SO4. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് പ്രോട്ടോണേഷൻ നടന്നിട്ട് ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, then the percent composition of an organic compound versus, ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ ബേസിക് കോൺസെപ്റ്റിൽ പഠിക്കുന്ന കാര്യമാണ്. കോമ്പോസിഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആസ് എസ്റ്റിമേറ്റഡ് ആയി 72% കാർബൺ ഉണ്ട്. അതിൻ്റെ അകത്ത് 72% കാർബൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ 72 ഗ്രാം കാർബൺ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. 12% ഹൈഡ്രജൻ, കാരണം നമുക്ക് മോളാർ മാസ് എന്ന് പറയുന്നത് മൊത്തത്തിൽ 100 ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. 12% ഹൈഡ്രജൻ ഉണ്ട്. 12% ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഹൈഡ്രജൻ ഈക്വൽ ടു 12 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് എത്രയാണ് നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയുണ്ടാവും? 72% പ്ലസ് 12%, പിന്നെ ഒരു 60% കൂടെ ചേർത്താലല്ലേ നമുക്ക് 100 കിട്ടുള്ളൂ. സോ 60% നമുക്ക് എന്താണ് തന്നിരിക്കുന്നതിൽ ബാക്കി വേറെ ഉള്ളത് ഓക്സിജൻ ആണ്. അപ്പം 60% ഓക്സിജൻ. 60% ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 60 ഗ്രാം ഓഫ് ഓക്സിജൻ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താ? വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? കാർബണിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ദാറ്റ് 72 ഡിവൈഡഡ് ബൈ 12. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് +1 വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. 72 ബൈ 12 ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ദെൻ ഹൈഡ്രജൻ്റെ ഇങ്ങനെ കണ്ടുപിടിക്കും. ഹൈഡ്രജൻ ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 12. പിന്നെ ഓക്സിജൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓക്സിജൻ ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 16 എന്നാ വരിക അല്ലേ? തന്നിരിക്കുന്നത് 16 ഗ്രാം ആണ്. 16 ഗ്രാം ഓഫ് ഓക്സിജൻ, മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ 16, സോ 1. അപ്പോൾ നമ്മുടെ എംപിരിക്കൽ ഫോർമുലയാണ് ആക്ച്വലി ഇവിടെ കിട്ടുന്നത്. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എത്ര കിട്ടിയിരിക്കുന്നത്? വിച്ച് വിൽ ബി C6H12O എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് നമുക്ക് കിട്ടിയത് അല്ലേ? C6H12O. ഇതിൽ നിന്ന് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് കേട്ടോ അതിൻ്റെ ആൻസർ. ഇതിൽ നിന്ന് ഇനി മോളിക്കുലാർ ഫോർമുല നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല എന്നുള്ളൊരു ഇക്വേഷൻ അല്ലേ? ഇതിൻ്റെ അകത്ത് N വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? മോളിക്കുലാർ ഫോർമുല N വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? N വാല്യൂ ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ N വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 തന്നെയാണ്. സോ 1 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇത് തന്നെയായിരിക്കും കിട്ടുക. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താ? C6H12O. C6H12O എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമുക്ക് ഇങ്ങനെ കിട്ടുക. ഓക്കെ.
Cyclohexene can be converted into adipic acid by using അഡിപ്പിക് ആസിഡ്, അതായത് സൈക്ലോഹെക്സീനെ നമുക്ക് അഡിപ്പിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സൈക്ലോഹെക്സീനെ അഡിപ്പിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? സൈക്ലോഹെക്സീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈക്ലോഹെക്സീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഡബിൾ ബോണ്ട് എന്താണ്? O3 വെച്ചാണ് ഡബിൾ ബോണ്ടിനെ ട്രീറ്റ് ചെയ്യുക അല്ലേ? O3 വെച്ച് ഡബിൾ ബോണ്ടിനെ ട്രീറ്റ് ചെയ്യുന്നു, നമുക്ക് ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, നമുക്കൊരു സൈക്ലിക് സ്ട്രക്ചർ കിട്ടുന്നു. ഇതുപോലെ ആ സൈക്ലിക് സ്ട്രക്ചറിൽ ഇതാ ഇങ്ങനെ രണ്ട് ബോണ്ട് ക്ലീവേജും കൂടെ നടന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത്? അഡിപ്പിക് ആസിഡ്. അപ്പോൾ ആ ഒരു ബോണ്ട് ക്ലീവേജ് നടക്കുന്ന അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? ഓക്സിഡൈസ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് അഡിപ്പിക് ആസിഡ് കിട്ടുന്നു. സോ നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് എന്താണ്? O3H2O2 ആണ്. അതായത് O3 വെച്ചിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്ത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തൊരു സൈക്ലിക് സ്ട്രക്ചർ. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓസോണോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓസോണോളിസിസ് നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? ആൽഡിഹൈഡ് കീറ്റോൺസിൽ പ്രിപ്പറേഷൻ മെത്തേഡ്സിൽ പഠിക്കുന്നുണ്ട് അല്ലേ? ആൽക്കഹോൾസിൽ പ്രിപ്പറേഷൻ മെത്തേഡ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് ഉണ്ടാക്കി. ആൽക്കഹോളിനെ പിന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? H2O2 വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് കറസ്പോണ്ടിങ് അഡിപ്പിക് ആസിഡ് കിട്ടും. In which of the following compound Pi-delocalization is not possible? Pi-delocalization not possible അല്ലാത്ത ഏത് കോമ്പൗണ്ട് ആണെന്ന് പറയാം. Pi-delocalization എന്ന് പറഞ്ഞാൽ എന്താ? പൈ ബോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന പരിപാടി. അത് ഇതിൻ്റെ അകത്ത് ഏതാണ് പോസിബിൾ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാം കണ്ടീഷൻ എന്താണ്? ഇതൊരു കോൺജുഗേറ്റഡ് സിസ്റ്റം ആയിരിക്കണം അല്ലേ? കോൺജുഗേറ്റ് സിസ്റ്റം ആണെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ അകത്ത് Pi-delocalization വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്ട്രക്ചർ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ 1,3-butadiene എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഇത് കോൺജുഗേറ്റ് ആണ്, കാരണം ഡബിൾ ബോണ്ട് കഴിഞ്ഞ് സിംഗിൾ ബോണ്ട് കഴിഞ്ഞ് ഡബിൾ ബോണ്ട്. സോ ഇതിൻ്റെ അകത്ത് Pi-delocalization പോസിബിൾ ആണ് അല്ലേ? ഇനി അടുത്തടുത്ത് നോക്കാം. 1,2-butadiene എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും? CH2 ഡബിൾ ബോണ്ട് C, ഡബിൾ ബോണ്ട് CH3 എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഒക്കെ അടുത്താണ് വന്നിരിക്കുന്നത്. കോൺജുഗേറ്റഡ് ആണോ ഈ സിസ്റ്റം? അല്ല, ഇത് കോൺജുഗേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ Pi-delocalization ഇതിൽ പോസിബിൾ അല്ല. ഇനി മൂന്നാമത്തെ എടുത്ത് നോക്കുക. 1,3,5-hexatriene എന്നാലും എന്താ? CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2 അല്ലേ? ഹെക്സ ആയാലും 1 2 3 4 5 6 ഹെക്സ. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നോക്കുക. ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടാണ് വന്നിരിക്കുന്നത്. സോ ഇത് സിസ്റ്റം കോൺജുഗേറ്റഡ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് Pi-delocalization പോസിബിൾ ആണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബെൻസീനിൽ ഒബ്വിയസ്ലി ഈ പറയുന്ന കോൺജുഗേറ്റഡ് സിസ്റ്റമാണ് ബെൻസീൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ അകത്തും Pi-delocalization പോസിബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോസിബിൾ അല്ലാത്തത് ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ആണ്. കാരണം എന്താ? ഇതിൻ്റെ ഉള്ളിൽ അടുത്തടുത്താണ് പൈ ബോണ്ടുകൾ വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് കോൺജുഗേറ്റഡ് സിസ്റ്റം പ്രസന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. നോട്ട് പോസിബിൾ എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഇതിനകത്ത് പോസിബിൾ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത് more environmental friendly alternative to using CFC for refrigeration is, അതായത് റെഫ്രിജറേഷനിൽ നമ്മൾ CFC യൂസ് ചെയ്യുന്നതിന് പകരം CFC യൂസ് ചെയ്താൽ എന്താ? ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് CFC എന്ന് പറയുന്നത്. CFC യൂസ് ചെയ്താൽ എന്താ പ്രശ്നം? എന്താ? CFC എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. അത് ഓസോൺ ഡിപ്ലീഷൻ കാരണമാവും അല്ലേ? ഓസോണിൽ ഒരു ഡിപ്ലീഷൻ വരും. അതായത് ഓസോണിൽ ഹോൾസ് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട് ആണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ നമ്മൾ യൂഷ്വലി വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ്, റെഫ്രിജറേറ്റർ ഒക്കെ പ്രവർത്തിക്കുമ്പോഴാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത് ഓസോൺ ഡിപ്ലീഷന് കാരണമായതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് നമുക്കില്ല. ഓക്കെ, ആ ഒരു വലിയൊരു ഹാർംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന CFC ഉണ്ടാവുക എന്ന് പറയുന്നത്. സോ അതിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് താഴെ കാണുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ആണ്. ഹൈഡ്രോഫ്ലൂറോ കാർബൺസിൽ കുറച്ച് പ്രത്യേകതയുണ്ട്. ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്ന ഒന്ന്, അത് ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാക്കില്ല. ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല? ഉണ്ടാക്കില്ലാത്തതാണ് ഹൈഡ്രോഫ്ലൂറോ കാർബൺ. അതുപോലെ തന്നെ ഇത് നോൺ ഫ്ലെയിമബിൾ ആണ്. അതുപോലെ തന്നെ നോൺ ടോക്സിക് ആണ്. ഓക്കെ, നോൺ ടോക്സിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന CFCക്ക് പകരം, ക്ലോറോ ഫ്ലൂറോ കാർബണ് പകരം ഈ പറയുന്ന ഹൈഡ്രോഫ്ലൂറോ കാർബൺ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. അതിൻ്റെ റീസൺ എന്താണ്? ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാക്കില്ല, നോൺ ഫ്ലെയിമബിൾ ആണ്, അതുപോലെ തന്നെ നോൺ ടോക്സിക് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. ദെൻ എ പോളാർ മോളിക്യൂൾ സോളിഡ്സ് ആർ ഹെൽഡ് ബൈ. പോളാർ മോളിക്യൂളിൽ എന്താണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ്, ലണ്ടൻ ഫോഴ്സ്, ഡൈപോൾ ഇൻട്രാക്ഷൻ, അയണിക് ഇൻട്രാക്ഷൻ. പോളാർ ആയതുകൊണ്ട് തന്നെ എന്താണ്?
ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. പോളാർ ആകുമ്പോൾ നമുക്കറിയാലോ പോളാർ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അയണിക് ബോണ്ടിൽ കോവാലൻ ബോണ്ടിലും അയണിക് ബോണ്ടിൻ്റെയും പ്രത്യേകതകളൊക്കെ പഠിച്ചാണ്. പോളറൈസേഷൻ എങ്ങനെയാണ് കൂടുന്നത്, സ്യൂഡോ ഇനേർട്ട് കോൺഫിഗറേഷൻ്റെ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തേർഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് +1-ൻ്റെ. സോ സ്യൂഡോ ഇനേർട്ട് കോൺഫിഗറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോളറൈസേഷൻ എഫക്റ്റ് കൂടുതലാണ്. അതുപോലെ ഡൈപോൾ മൊമെൻറ്റ് എല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായ കാര്യമാണ് പോളാർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതെന്താണ്, ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 3 molar 1.5 liter of KOH solution is mixed with another 1 molar 650 ml KOH solution. What is the molarity of the resultant solution? അതായത് ആദ്യം 3 molar 1.5 liter KOH എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വേറൊരു 1 molar 650 ml KOH കൂടി ഒഴിച്ചു അല്ലേ, പുതിയതായിട്ട് ഒഴിച്ചു. അപ്പോൾ എനിക്ക് റിസൾട്ടൻ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കിട്ടി. ആ റിസൾട്ടൻ്റ് സൊല്യൂഷനിൻ്റെ മൊളാരിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ മൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്, 3 molar ആയിരുന്നു. ആദ്യത്തെ സൊല്യൂഷൻ്റെ മൊളാരിറ്റി 3 molar ആയിരുന്നു. അത് M1 എന്ന് എടുത്തു. ഇനി അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താ, V1 എന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1.5 ലിറ്റർ ആണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. രണ്ടാമത്തെ സൊല്യൂഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ കുറേ KOH കൂടി ഒഴിച്ചു അല്ലേ, അപ്പോൾ അതിൻ്റെ മൊളാരിറ്റി മാറി. അപ്പോൾ ഒഴിച്ച KOHൻ്റെ മൊളാരിറ്റി എന്താ, അതായത് മാറിയ മൊളാരിറ്റി അല്ല, ഒഴിച്ച KOHൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ M2 എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് 1 molar ആണ്. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് 1 molar KOH ആണ് ഒഴിച്ചത്. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് V2 എന്ന് എടുക്കുകയാണെങ്കിൽ V2 = 650 ml എന്നാണ് തന്നിട്ടുള്ളത്. അതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 0.65 ലിറ്റർ എന്ന് എനിക്ക് കിട്ടി അല്ലേ. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞുണ്ടായ പുതിയ സൊല്യൂഷൻ്റെ മൊളാരിറ്റി എത്രയാണെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പം റിസൾട്ടൻ്റ് മൊളാരിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് M1V1 + M2V2 ഡിവൈഡഡ് ബൈ V1 + V2. രണ്ടും കൂടെ ചേർത്തിട്ട് റിസൾട്ടൻ്റ് മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് M1V1 നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് വിൽ ബി 3 × 1.5 അല്ലേ, 3 × 1.5 + 1 × 0.65 ഡിവൈഡഡ് ബൈ 1.5 + 0.65 ഇങ്ങനെയല്ലേ കിട്ടുക. സോ ഇറ്റ് വിൽ ബി 4.5 + 0.65 divided by 2.15. It's approximately equal to 2.40 molar. 2.40 molar. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് M1V1 + M2V2 = V1 + V2. അതായത് നേരത്തെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു, ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത്ര വോളിയത്തിലായിരുന്നു, അതിന് ഇത്ര മോളാർ അതിൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് ഇത്ര മോളാർ ആയിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വേറൊരു സൊല്യൂഷൻ, സെയിം സൊല്യൂഷൻ ഓർ എനി അതർ സൊല്യൂഷൻസ് വിത്ത് പെർട്ടിക്കുലർ മൊളാരിറ്റി ആൻഡ് വോളിയം ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പം എനിക്ക് കിട്ടിയ റിസൾട്ടൻ്റ് സൊല്യൂഷൻ്റെ മൊളാരിറ്റി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, M1V1 + M2V2 = V1 + V2 എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഓക്കെ, സോ അത് യൂസ് ചെയ്തിട്ട് ഞാനത് കണ്ടുപിടിച്ചത്. ഫൈൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഇതിൻ്റെ അകത്ത് ഏതാണ് ഇതിൻ്റെ ആൻസർ, 2.40. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. Then calculate the pH at the equivalence point when the solution of 0.01 molar CH3COH treated with a solution of 0.1 molar NaOH, 0.01 molar NaOH, pKa or CO CH3COH is 4.74 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്, pH ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിൻ്റെ pH ആണ് കണ്ടുപിടിക്കേണ്ടത്, ആ രണ്ട് കാര്യം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ക്വസ്റ്റ്യൻ സോൾവ് ആയി. pH കണ്ടുപിടിക്കണം. എന്തിൻ്റെ pH ആണ് കണ്ടുപിടിക്കേണ്ടത്, എന്തിൻ്റെ pH കണ്ടുപിടിച്ചത്, CH3COH അതായത് ഒരു വീക്ക് ആസിഡും NaOH സ്ട്രോങ് ബേസും, വീക്ക് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലുള്ള റിയാക്ഷനിൽ ഉണ്ടായ സോൾട്ടാണ് CH3CO. എന്താ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്, അത് രണ്ടും ഉണ്ടായി കഴിയുമ്പം ആ റിയാക്ഷനിൽ ഇക്വലന്റ് പോയിന്റിലുള്ള pH എത്രയാണെന്നാണ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കേണ്ട എന്താ, pH കണ്ടുപിടിക്കണം. ഏത് തമ്മിലുള്ളത്, വീക്ക് ആസിഡും സ്ട്രോങ് ബേസും, വീക്ക് ആസിഡും സ്ട്രോങ് ബേസും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓൾറെഡി അറിയാം വീക്ക് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലുള്ള pH കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, നമുക്ക് ഈ പറയുന്ന pKa വാല്യൂ ഒക്കെ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ദ ഇക്വേഷൻ വിൽ ബി pH = നിങ്ങൾ ചില സ്ഥലത്ത് പല ഇക്വേഷൻസ് പഠിക്കാറുണ്ട് കേട്ടോ. അപ്പം ചില സ്ഥലത്ത് ½ × കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഉണ്ട്. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 7 + ½ × pKa
പ്ലസ് ലോഗ് സി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ വേറെ ഡിപ്പെൻഡ്സ് അപ്പോൺ സ്കൂൾസ് വേറെ ഇക്വേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കുമ്പം എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്താ ലോഗ് സി ആണ്. ലോഗ് സി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. CH3COH ആണ് അല്ലേ. CH3COH NaOH ആയിട്ട് റിയാക്ട് ചെയ്യാണ്. NaOH ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒബ്വിയസ്ലി എനിക്ക് ഉണ്ടാവുന്നത് എന്താ CH3CONa അല്ലേ. CH3CONa പ്ലസ് H2O. സോ വി ക്യാൻ സീ ദാറ്റ് ഇവിടെ ഡൈമറൈസേഷൻ, അതായത് ഇവിടെ H2O ഇതും തമ്മിൽ വോളിയം, അതായത് ഈ പറയുന്ന വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ഞാൻ മിക്സ് ചെയ്ത് കഴിയുമ്പം അവിടെ ഉണ്ടാവുന്ന വോളിയം ഹാഫായി, ഉണ്ടാവുന്ന സോൾട്ടിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഹാഫായി പോവല്ലേ, അതായത് പ്രൊഡക്റ്റ് സൈഡിൽ ഉണ്ടാവുന്ന ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഹാഫ് ആവാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റും കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറയുന്നത് 0.01 മോളാർ ആണ്. സോ 0.01 മോളാർ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ എത്ര വരും? C ഈക്വൽ ടു 0.01 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? 0.005 മോളാർ എന്ന് കിട്ടും. ഓക്കെ, അതായത് കോൺസെൻട്രേഷൻ വോളിയം ഹാഫ് ചെയ്യാം. വോളിയം ഹാഫ് ആവുകയാണെന്നുണ്ടെങ്കിലോ ഇവിടെ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണ്. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് എന്ത് കിട്ടി? CH3CONa പ്ലസ് H2O ആണ് കിട്ടിയത്. വിച്ച് മീൻസ് ദ വോളിയം വിൽ ഗെറ്റ് ഹാഫ്ഡ്. വോളിയം ഹാഫ് ആയിട്ട് കുറയുക ചെയ്യുക. വോളിയം ഹാഫ് ആയിട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ വിൽ ബി 0.01 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ 0.05 മോളാർ എന്ന് പറയും അല്ലേ. 0.005 മോളാർ എന്ന് എനിക്ക് കിട്ടും. ഇനി ഈ 0.005 മോളാർ വെച്ചിട്ടാണ് ഞാൻ ഈ ലോഗ് സിൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. സോ എനിക്ക് എന്താ കിട്ടുക? എന്ത് കിട്ടും? 7 പ്ലസ് ഹാഫ് ഇൻറ്റു pK വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 4.74 എന്ന് തന്നിട്ടുണ്ട്. സോ 4.74 അല്ലേ, 4.74 പ്ലസ് ലോഗ് സി എന്ന് പറയുമ്പം ലോഗ് സീൻ്റെ വാല്യൂ ഞാനിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു, വിച്ച് ഇസ് 0.005 എന്ന് കിട്ടി. ഇനി ഈ ലോഗ് 0.005 എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ലോഗ് 0.005 എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 5 × 10⁻³ എന്ന് എഴുതാലോ. ലോഗ് 5 × 10⁻³ എന്ന് എഴുതാം. ഇതിനെ എനിക്ക് ലോഗ് 5 മൈനസ് ലോഗ് 10⁻³ എന്ന് പറയുന്നത് 3 തന്നെയാണ് അല്ലേ. ലോഗ് 10⁻³ എന്ന് പറയുന്നത് 3 ആണ്. അത് റൂളാണ്, അപ്പോൾ അതിനകത്ത് മാറ്റമൊന്നുമില്ലല്ലോ. സോ ലോഗ് 5 - 3 എന്ന് എനിക്ക് വരും. സോ ഇറ്റ് വിൽ ബി 0.70 - 3 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു -2.30 എന്ന് എനിക്ക് വാല്യൂ കിട്ടും. സോ കോൺസെൻട്രേഷൻ ലോഗ് 0.05 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2.30 ആണെന്ന് എനിക്ക് കിട്ടി. കാണാൻ പറ്റുന്നില്ലല്ലേ. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് എന്താ കിട്ടിയത്? -2.30 എന്ന് എനിക്ക് കിട്ടി. ഓക്കെ, ഇനി ബാക്കിയുള്ളതിലേക്കൊക്കെ എനിക്ക് അപ്ലൈ ചെയ്യാമല്ലോ. ബാക്കിയുള്ളതിലേക്കൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം 7 പ്ലസ് ഹാഫ് ഓഫ് 4.74 പ്ലസ് -2.30. അപ്പോൾ ആ പ്ലസ് മാറ്റിയിട്ട് എനിക്ക് മൈനസ് ആക്കാം. സോ ഇറ്റ് വിൽ ബി -2.30 എന്ന് കിട്ടും. ഇത് നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പം എനിക്ക് വീണ്ടും എനിക്ക് എന്താ കിട്ടുക? 2.44 കിട്ടും. 2.44ൻ്റെ പകുതി എന്ന് പറയുന്നത് 1.22. ഓക്കെ, സോ ഇറ്റ് വിൽ ബി 7 + 1.22 which will be equal to 8.22. സോ എൻ്റെ pH എന്ന് പറയുന്നത് എന്താണ്? 8.22 എന്ന് കിട്ടും. ദാറ്റ് വിച്ച് മീൻസ് എത്രയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 8.22. അതായത് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, ഇതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ pH കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. pH കണ്ടുപിടിക്കുന്നത് ഏതുമായിട്ടാണ്? ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആയിട്ടുള്ള pH ആണ് കണ്ടുപിടിക്കുന്നത്. സോ അവിടെ വോളിയത്തിന് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം. സോ വോളിയം എന്ന് പറയുന്നത് ഹാഫ് ആവാണ് ചെയ്യുന്നത്. സോ വോളിയം ഹാഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആ കോൺസെൻട്രേഷൻ ഈ ഇക്വേഷനിലേക്ക് പുട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് the rate law of a reaction is rate equal to K into concentration of A into concentration of B raised to 2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. റേറ്റ് ലോ എഴുതിയിരിക്കുകയാണ്. ഒരു റിയാക്ഷൻ്റെ റേറ്റ് ലോ ആണ് ഈ എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? യൂണിറ്റ് ഓഫ് കെ. ഈ കെയിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം റേറ്റ് ലോ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ഓർഡർ നമുക്ക് അറിയണം അല്ലേ. ഓർഡർ വെച്ചിട്ടാണ് നമ്മൾ കെയിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. സോ അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണോ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണോ, തേർഡ് ഓർഡർ റിയാക്ഷൻ ആണോ എന്ന് നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് റേറ്റ് ലോ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ റേറ്റ് ലോ തരാണെന്നുണ്ടെങ്കിൽ ഓർഡർ, ഇപ്പോൾ റേറ്റിൻ്റെ ലോ ആയിട്ട് തന്നിരിക്കുന്നത് റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു
1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു 2 എന്നാണ്. അപ്പം ഇതിൻ്റെ അകത്ത് 1+2 എന്ന് പറയുമ്പോൾ 3 ആണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡർ ഈക്വൽ ടു 3 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ തേർഡ് ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് എന്താണെന്ന് ഇതിൻ്റെ അകത്ത് നോക്കി കണ്ടുപിടിച്ചാൽ പോരെ. ഇനി അതിന് വേണമെങ്കിൽ ഒരു ജനറൽ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. ഏത് ഓർഡർ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ജനറൽ ഫോർമുലയാണ് മോൾ ലിറ്റർ ഇൻവേഴ്സ്. മോൾ ലിറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് ആണ്. മോൾ ലിറ്റർ ഇൻവേഴ്സ് റേസ് ടു 1 മൈനസ് n ഇൻറ്റു സെക്കൻഡ് ഇൻവേഴ്സ്. 1 മൈനസ് n ഇൻറ്റു സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ജനറൽ ഫോർമുല യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് ഓർഡറിൻ്റെയും യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്കിവിടെ ഓൾറെഡി അറിയാം ഇത് തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഈ തേർഡ് ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് ഇതിൽ നിന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം മോൾ ലിറ്റർ ഇൻവേഴ്സ് റേസ് ടു 1 മൈനസ് എന്നിൻ്റെ വാല്യൂ എന്താണ്? n ഈക്വൽ ടു ഓർഡർ ആണ്. ഓക്കെ, സോ ഇവിടെ ഓർഡർ എത്രയാണെന്ന് നമുക്കറിയാം 3 ആണ്. അപ്പം 1 മൈനസ് 3 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി 1 മൈനസ് 3 എന്ന് പറയുന്നത് -2 ആണ് അല്ലേ. സോ ഇറ്റ് വിൽ ബി മോൾ -2 ലിറ്റർ ഇൻവേഴ്സ്, അതായത് -1 -2 -1 ഇൻറ്റു -2 എന്ന് പറയും. ഇറ്റ് വിൽ ബി ലിറ്റർ റേസ് ടു 2 സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഏത് ഓർഡർ ആണെങ്കിലും അതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ജനറൽ ഫോർമുലയാണ് ഇത് മോൾ ലിറ്റർ ഇൻവേഴ്സ് റേസ് ടു 1 മൈനസ് n. ഈ എന്നിൻ്റെ സ്ഥാനത്ത് ഏത് ഓർഡർ, ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുക, തേർഡ് ഓർഡർ ആണെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക, 4, 5 ഏത് ഓർഡർ ആണെങ്കിലും അതിനനുസരിച്ച് എന്നിൻ്റെ വാല്യൂ മാറ്റി കൊടുത്താൽ മതി. നമുക്ക് ഇതിൻ്റെ ഓർഡർ കിട്ടാനുള്ള ജനറൽ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആ ജനറൽ ഫോർമുലയിൽ നിന്ന് യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത് മോൾ റേസ് ടു -2 ലിറ്റർ സ്ക്വയർ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, then for a linear plot of log x by m versus log p in a Freundlich adsorption isotherm. ഫ്രണ്ട്ലിഷ് അഡ്സോപ്ഷൻ ഐസോതേർം ചിലർ കേട്ടിട്ടുണ്ടാവും, ചിലർ കേൾക്കാൻ ചാൻസ് വളരെ കുറവാണ്. നമ്മളുടെ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ഓക്കെ, സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ NCERT-യിലുള്ള സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. സോ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് ബോർഡ് എക്സാം ബേസിൽ പഠിക്കാനില്ലാത്തൊരു ചാപ്റ്ററാണ്, പക്ഷേ അതിൽ നിന്ന് ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പോളിമർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നോക്കിയിട്ട് പോവുക, ഈ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കിയിട്ട് പോകണം. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ കെമിസ്ട്രി ഉണ്ട്, അത് നോക്കിയിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇത്രയും 3 ചാപ്റ്റേഴ്സ്, ഇതിലും കൂടുതൽ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സും നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അതിൽ നിന്ന് വളരെ ജനറൽ ആയിട്ട്, ഇതിപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റൻ, നിങ്ങളിപ്പോൾ ഫ്രണ്ട്ലിഷ് അഡ്സോപ്ഷൻ ഐസോതേർം പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. ഓക്കെ, സോ അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഫ്രണ്ട്ലിഷ് അഡ്സോപ്ഷൻ ഐസോതേർം എന്ന് പറയുന്നത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. സോ ഫ്രണ്ട്ലിഷ് അഡ്സോപ്ഷൻ ഐസോതേർം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അബ്സോപ്ഷനും അഡ്സോപ്ഷനുമാണ് നമ്മൾ സർഫസ് കെമിസ്ട്രിയിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. സോ വാട്ട് യു മീൻ ബൈ അഡ്സോപ്ഷൻ ആൻഡ് അബ്സോപ്ഷൻ? അഡ്സോപ്ഷൻ എന്ന് പറയുന്നത് സർഫസിലേക്ക് മാത്രമുള്ള ഒരു ആഗിരണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഈ പറയുന്ന അഡ്സോപ്ഷൻ എന്ന് പറയാം. അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്പോഞ്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം എന്ന് പറയുന്ന സ്പോഞ്ചിന്റെ ഇന്നർ കോറിലേക്ക് വരെ അബ്സോർബ് ചെയ്യും അല്ലെ, അത് ഇന്നർ കോറിൽ വരെ ഉണ്ടാവും, ആ ഉള്ളിലെ ആ സ്പോഞ്ചിന്റെ ഉള്ളിലേക്ക് വരെ ആ വെള്ളം കയറി ചെല്ലും. അതിനെ നമ്മൾ അബ്സോർപ്ഷൻ എന്താ പറയാ? അബ്സോർപ്ഷൻ, ABSOPRTION. ഓക്കെ, അതാണ് അബ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ സർഫസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന്റെ സർഫസിലേക്ക് മാത്രമാണ് ഈ പറയുന്ന കോമ്പൗണ്ട് കയറിച്ചുള്ളൂ, അതിന്റെ ബൾക്കിലേക്ക്, അതിന്റെ ഇന്നർ കോറിലേക്ക് അബ്സോർപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതാണ് അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള വ്യത്യാസം. നമ്മളിവിടെ പഠിക്കുന്നത് അഡ്സോർപ്ഷനെ പറ്റിയാണ്, അതായത് അതിന്റെ സർഫസിൽ മാത്രമുള്ളതിനെ പറ്റിയാണ്. അപ്പൊ സർഫസിലുള്ള അഡ്സോർപ്ഷനെ മെയിൻ ആയിട്ട് നമ്മൾ രണ്ടായിട്ട് തിരിക്കും, കെമീസ് ഓപ്ഷൻ ആൻഡ് ഫിസിക്സ് ഓപ്ഷൻ. കെമീസ് ഓപ്ഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇപ്പൊ സർഫസിന്റെ അകത്ത് നമ്മൾ അഡ്സോർബ് ചെയ്യുമ്പോൾ ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തിട്ടാണ് അഡ്സോർബ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കെമീസ് ഓപ്ഷൻ എന്ന് പറയും. ഓക്കെ, അതല്ല വലിയ കെമിക്കൽ ബോണ്ട് ഒന്നുമില്ല, ഫിസിക്കൽ ആയിട്ടുള്ള അഡ്സോർപ്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടൈലിന്റെ മുകളിൽ പായൽ പിടിച്ചു, ടൈലിന്റെ മുകളിൽ പായൽ പിടിച്ച് എനിക്കത് ചുരണ്ടി കളയാവുന്നേ ഉള്ളൂ അല്ലേ, അത് ആ സർഫസിൽ മാത്രമേ ഉള്ളൂ, പായൽ അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കയറുമൊന്നുമില്ല അല്ലേ. അപ്പൊ അത് നമ്മൾ സർഫസിൽ മാത്രമുള്ള ഒരു പ്രക്രിയയാണ്, അതിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുക. അത് നമുക്ക് റിമൂവബിൾ ആയ കണ്ടീഷനിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫിസിക്സ് ഓപ്ഷൻ എന്ന് പറയും. അതല്ല അത് കെമിക്കൽ ബോണ്ടുമായിട്ടാണ് ഈ സർഫസുമായിട്ട് പിടിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കെമീസ് ഓപ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് 2 ടൈപ്പ് അഡ്സോർപ്ഷൻ ആണ്. അതിൻ്റെ അകത്ത് വരുന്ന ഒരു ടേം ആണ് ഫ്രണ്ട്ലിഷ് അഡ്സോർപ്ഷൻ ഐസോതേർം എന്ന് പറയുന്നത്.
സോ ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ജനറലി ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേർം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈ ഒരു ഇക്വേഷൻ x/m = Kp⁻⁴ എന്ന് പറയുന്ന ഈ ഒരു റിലേഷൻ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, x/m = Kp⁻⁴ ഇനി ഇതിനകത്ത് x/m എന്ന് പറയുന്ന k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. k is a constant. n എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ്. n is an integer. ആൻഡ് ഇതിനകത്ത് x/m എന്ന് പറയുന്നത് മാസ് ഓഫ് അഡ്സോർബൻറ്റ് ആൻഡ് അഡ്സോർബേറ്റ്. ഓക്കെ, അഡ്സോർബൻറ്റ് ആൻഡ് അഡ്സോർബേറ്റ്. അഡ്സോർബൻറ്റ് ആൻഡ് അഡ്സോർബേറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ഇപ്പോൾ സ്പോഞ്ചിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുക, അത് അബ്സോർപ്ഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ടൈലിൻ്റെ മുകളിൽ പായൽ പിടിക്കുന്ന ഒരു പ്രോസസ്സാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ അകത്ത് എന്താണോ എന്താ പറയുക അതിൻ്റെ മുകളിലേക്ക് അഡ്സോർബ് ചെയ്യുന്നത് അതിനെ നമ്മൾ അഡ്സോർബേറ്റ് എന്ന് പറയും. എന്തിലേക്കാണോ അഡ്സോർബ്ഡ് ആവുന്നത് അതിനെ നമ്മൾ അഡ്സോർബൻ്റ് എന്ന് പറയും. ഓക്കെ, സോ ദാറ്റ് ഇസ് അഡ്സോർബേറ്റ് ആൻഡ് അഡ്സോർബൻ്റ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും മാസ് ആണ് ഈ പറയുന്ന x/m എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് masses of അഡ്സോർബൻ്റ് ആൻഡ് അഡ്സോർബേറ്റ്. ഓക്കെ, masses of അഡ്സോർബൻ്റ് ആൻഡ് അഡ്സോർബേറ്റ് ആണ് x/m എന്ന് പറയുന്നത്. ഇനി ഈ മൂന്ന് കാര്യം ഈ ഒരു റിലേഷൻ വെച്ചിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫാണ്. ഞാൻ വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ്. അതിൻ്റെ അകത്ത് ഞാൻ എടുക്കുന്ന എന്താണ് log x/m. ഈ ഒരു ടേമിന് ഇതിനെ മുഴുവനും ഞാൻ ലോഗ് ചെയ്യും. ഇതിനെ മുഴുവനും ഞാൻ എന്ത് ചെയ്യും? ലോഗ് ചെയ്യും. ഇതിനെ മുഴുവനും ഞാൻ ലോഗ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് log x/m അല്ലേ. log x/m കിട്ടും, log p-യും കിട്ടും എനിക്ക്. അപ്പോൾ ആ log x/m-ഉം log p വേഴ്സസ് log x/m വേഴ്സസ് log p വെച്ചിട്ട് ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നതാ ഇങ്ങനെ ഇരിക്കും. ഇതായിരിക്കും എൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എത്രയാണെന്നറിയോ? ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/n ആണ്. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/n ആണ്. ഇതിൻ്റെ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് log k ആണ്. ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് log k ആണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേർമിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താണ് അഡ്സോർപ്ഷൻ, എന്താണ് അബ്സോർപ്ഷൻ? അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ബൾക്കിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കോറിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്നത് എന്താണ് അഡ്സോർപ്ഷനെ പറ്റിയാണ്. അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് സർഫസിൽ മാത്രമുള്ള പ്രക്രിയയാണ്. ഒരു സാധനത്തിൻ്റെ സർഫസിൽ മാത്രം എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുക. അത് കെമിക്കൽ ബോണ്ട് വെച്ചിട്ടാണ് ഈ പറയുന്ന സർഫസിൻ്റെ മുകളിൽ ഒരു അഡ്സോർബേറ്റ് പറ്റിപ്പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് എങ്കിൽ നമ്മൾ അതിനെ കെമിസോർപ്ഷൻ എന്ന് പറയും. അല്ല ഫിസിക്കൽ ബോണ്ട് മാത്രമേ ഉള്ളൂ, നമുക്ക് ഈസിലി റിമൂവബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫിസിസോർപ്ഷൻ എന്ന് പറയും. ഇനി അതിൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേർം എന്ന് പറയുന്ന ഒരു ഫിനോമിന. ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേർം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻ ഓർത്തിരുന്നാൽ മതി. x/m = Kp⁻⁴. ഓക്കെ, x/m = Kp⁻⁴. ഇതിനകത്ത് k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, n എന്ന് പറയുന്ന ഇൻറ്റിജർ ആണ്. x/m എന്ന് പറയുന്ന മാസ് ഓഫ് അഡ്സോർബൻ്റ് ആൻഡ് അഡ്സോർബേറ്റ്. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ടേമിനെ മുഴുവനും ലോഗ് എടുക്കുകയാണെങ്കിൽ അത് ആ ഒരു റിലേഷന് കംപ്ലീറ്റ് ലോഗരിതം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? log x/m കിട്ടും. അതുപോലെ തന്നെ log p-യും കിട്ടും. ആ log x/m log p വേഴ്സസ് ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എനിക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക വിത്ത് ഇന്റർസെപ്റ്റ് ഓഫ് log k ആൻഡ് വിത്ത് സ്ലോപ്പ് ഓഫ് 1/n. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫോർ എ ലീനിയർ പ്ലോട്ട് ഓഫ് log x/m വേഴ്സസ് log p ഇൻ എ ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേർം ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് k ആൻഡ് n ആർ കോൺസ്റ്റന്റ് ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതിൻ്റെ അത് താഴെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോത്ത് k ആൻഡ് 1/m അപ്പിയർ ഇൻ ദ സ്ലോപ്പ് ടേം. kയും 1/m-ഉം അപ്പിയർ ചെയ്യുന്ന സ്ലോപ്പിന്റെ ടേമിലാണെന്ന് ആണോ? സ്ലോപ്പ് എന്ന് പറയുന്ന 1/n മാത്രമേ ഉള്ളൂ, k അതിൻ്റെ അകത്തില്ല. അപ്പോൾ ആദ്യത്തെ തെറ്റാണ്. 1/n അപ്പിയേഴ്സ് ആസ് ഇന്റർസെപ്റ്റ് ആയിട്ടാണ് 1/n അപ്പിയർ ചെയ്യുന്നത്. 1/n ഇന്റർസെപ്റ്റ് ആണോ? അല്ല. 1/n ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് log k ആണ്, 1/n സ്ലോപ്പ് ആണ്. അപ്പോൾ അതും തെറ്റാണ്. only 1/n appears as the slope. 1/n ആണ് അവിടെ സ്ലോപ്പ് ആയിട്ട് വരുന്നത്. അത് കറക്റ്റ് അല്ലേ? 1/n ആണ് ഇതിൻ്റെ അകത്ത് സ്ലോപ്പ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ദെൻ log 1/n appears as the intercept. log 1/n ആണ് ഇന്റർസെപ്റ്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. അതും തെറ്റാണ്. 1/n എന്ന് പറയുന്നത് സ്ലോപ്പാണ്, നമ്മൾ ഓൾറെഡി വീണ്ടും പറഞ്ഞതാണ്. സോ അതും തെറ്റായിട്ടുള്ള കാര്യം. അപ്പോൾ ഏതാണ് ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേർമിനെ പറ്റി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാൻ. ഓക്കെ, ഫൈൻ. അടുത്തത് എന്താ? among the allotropes of carbon which one exhibit a unique property of superconductivity
superconductivity at relatively high temperature compared to other superconductors. Okay, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് എല്ലാം അല്ലോട്രോപ്സ് ഓഫ് കാർബൺ ആണ്. ഈ തന്നിരിക്കുന്ന അല്ലോട്രോപ്സ് ഓഫ് കാർബണിൽ യൂണിക് പ്രോപ്പർട്ടി ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി ഉള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ വിചാരിക്കേണ്ട നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇംപ്യൂരിറ്റീസ് പ്രസൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ ഇലക്ട്രോൺസ് പ്രസൻ്റ് ആയിരിക്കുമ്പം അപ്പോഴൊക്കെയാണ് കണ്ടക്ടിവിറ്റി, അയൺസ് പ്രസൻ്റ് ആയിരിക്കുന്ന സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി ഉണ്ടാവുക എന്ന് പറയാം. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ പറയുന്ന അല്ലോട്രോപ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഡോപ്പിംഗ് നിങ്ങൾ പഴയ NCERT ചാപ്റ്റേഴ്സിലൊക്കെ ഉള്ള ഒരു പോർഷനാണ്. ഷോർട്ട് കീ ഡിഫക്റ്റ്, ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതാണ് ഞാൻ നേരത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞത്. നിങ്ങളുടെ ബോർഡ് എക്സാമിന് ബേസ് ചെയ്ത ചാപ്റ്റേഴ്സിൽ നിന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യരുത്. ബിയോണ്ട് ദാറ്റ് നിങ്ങൾക്ക് നേരത്തെ NCERT നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടി ഡിലീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ നമ്മളിപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നിങ്ങളിത് പോകുന്നതിന് മുന്നേ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അതൊക്കെയാണ്. എസ്പെഷ്യലി ഞാൻ ഒന്നോടെ പറഞ്ഞു തരാം ലിസ്റ്റ്. പോളിമേഴ്സ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി, നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്ത സർഫസ് കെമിസ്ട്രി, സോളിഡ് സ്റ്റേറ്റ് പോലുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. സോ അതിൻ്റെ അകത്തുള്ളൊരു ടോപ്പിക്കാണ് ഈ പറയുന്നത് ഡോപ്പിംഗ്. ഡോപ്പിംഗ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഡോപ്പിംഗ് എന്ന് പറയുന്നത് ആഡിങ് ഇംപ്യൂരിറ്റീസിൻ്റെ പ്രസൻസിനെ ബേസ് ചെയ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടേമാണ് ഡോപ്പിംഗ് എന്ന് പറയാം. അപ്പം ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി, ഇംപ്യൂരിറ്റീസ്. അപ്പോൾ ആ ഇംപ്യൂരിറ്റീസിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പം നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. സോ ഔട്ട് ഓഫ് ഓൾ ഓഫ് ദിസ് 4 അല്ലോട്രോപ്സ് ഓഫ് കാർബൺ, ഇതിൻ്റെ അകത്ത് 4 നോക്കുകയാണെങ്കിൽ ഫുള്ളറിൻ എന്ന് പറയുന്നത് ഹൈലി ഡോപ്പിംഗ് ഉള്ളൊരു എലമെൻ്റ് ആണ്, ഒരു അല്ലോട്രോപ്പാണ്. ഓക്കെ, അപ്പം ഫുള്ളറിൽ അല്ലോട്രോപ്പ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, ഇതിനെ നമ്മൾ ഡോപ്പ് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ ഡോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഡോപ്പ് ചെയ്തെടുക്കും. കണ്ടക്ടിവിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഡോപ്പിംഗ് നടത്തും. അപ്പോൾ ആ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളറിനെ നമുക്ക് പല കോമ്പൗണ്ട് വെച്ചിട്ട് ഡോപ്പ് ചെയ്യാം. ദാറ്റ് ഇസ് K3C60 എന്ന് പറയുന്ന കോമ്പൗണ്ട് വെച്ചിട്ട് നമുക്ക് ഡോപ്പ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ RB3C60 എന്ന് പറയുന്ന കോമ്പൗണ്ട് വെച്ച് ഡോപ്പ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന ഫുള്ളറിനെ ഡോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോമ്പൗണ്ടുകളാണ്. അതായത് ഇതിൻ്റെ ഈ പറയുന്ന ഫുള്ളറിൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ആഡ് ചെയ്താൽ എന്താണ് പ്രത്യേകത? ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത കൊണ്ട് ഇതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഡോപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയമണ്ട്, അപ്പം നിങ്ങൾക്ക് തോന്നാം ഡയമണ്ടിന് എന്താ പറ്റില്ലേ എന്നുള്ളത്. ഡയമണ്ട് എന്ന് പറയുന്നത് ഹെവി ഡോപ്പിംഗ് ആവശ്യമുള്ളൊരു അല്ലോട്രോപ്പാണ്. ഡയമണ്ടിന് ഹെവി ഡോപ്പിംഗ് ആവശ്യമുണ്ട്. ആ സമയം ഫുള്ളറിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഫുള്ളറിന് അത്ര ഡോപ്പിംഗ് ആവശ്യമില്ല. ഈ പറയുന്ന ചെറിയ രീതിയിൽ ഡോപ്പിംഗ് ചെയ്താലും അതിന് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സൂപ്പർ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി ഉള്ളത് ഏത് കോമ്പൗണ്ടിനാണ്? ഇറ്റ്സ് ഫോർ ഫുള്ളറിൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് among the lanthanides, which element is employed in certain medical imaging application due to its ability to emit X-rays when exposed to higher energy photons? And what is the specific medical imaging techniques where this element is utilized? ഈ എലമെൻറ്റ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്, അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഓപ്ഷനാണ്. ആ ഓപ്ഷൻ എന്ന് പറയുന്നത് അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. നമ്മളെങ്ങനെയാണ് ചെക്ക് ചെയ്യുക? അതായത് among lanthanoids, which element is employed in certain medical imaging application? മെഡിക്കൽ ഇമേജിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് നമ്മൾ മെഡിക്കൽ ഇമേജിംഗ് എന്ന് വെച്ചാൽ എന്താ? ഫോട്ടോ എടുക്കുക. നമ്മളുടെ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന സിസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ തൈറോയിഡിൻ്റെ മുഴ, അതുപോലെ തന്നെ കുറേ ക്യാൻസേഴ്സിൻ്റെ മുഴ, അതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുക. ആ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റേസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെറ്റൽ സർഫേസിൻ്റെ ഉള്ളിലേക്ക് ഹൈ റേഡിയേഷൻസ് ഒക്കെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ നമ്പർ ഓഫ് ഫോട്ടോൺസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫോട്ടോൺസിൻ്റെ കൈനറ്റിക് എനർജി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ മെറ്റൽ എക്സ്റേസ് വെച്ച് നമ്മൾ എക്സ്പോസ് ചെയ്ത് കഴിയുമ്പം അതിൽ നിന്ന് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബോഡിയിലുള്ള ഈ പറയുന്ന സിസ്റ്റിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള പോർഷൻസിൻ്റെയും ഒക്കെ ഇമേജ് എടുക്കാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് എ ടെക്നിക്ക്, ആക്ച്വലി ഒരു മെഡിക്കൽ ടെക്നിക്കാണ്. ആ മെഡിക്കൽ ടെക്നിക്കിൽ വിച്ച് എലമെന്റ് ഈസ് യൂസ്ഡ്? ലാന്തനോയിഡ്സിൽ തന്നെ ഏത് മെറ്റലാണ് നമ്മൾ യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഇസ് ടെർബിയം.
ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് തല ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാനൊന്നുമില്ല. അതാ ഈ ടർബിയം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ തന്നെ തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് വായിച്ചു നോക്കിയാൽ മതി. ഈ ഒരൊറ്റ സെൻറ്റൻസ് വായിച്ചു നോക്കിയാൽ മതി, ഇതിൻ്റെ ഫുൾ ആൻസർ നമുക്ക് കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്താ? ക്വസ്റ്റ്യൻ എന്താ? ഏത് മെറ്റലിൻ്റെ ഉള്ളിലേക്കാണ് ഈ പറയുന്ന എക്സ്റേസ് എക്സ്പോസ് ചെയ്ത് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ മെഡിക്കൽ ഇമേജിങ് നടത്തുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്ന ആൻസേഴ്സിൽ ഇതാ ഈ ലാസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഇറ്റ്സെൽഫ് അത് തന്നിട്ടുണ്ട്. അപ്ലൈഡ് ഇൻ എക്സ്റേ ഫ്ലൂറസെൻസ് ഇമേജിങ് എന്നും തന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കൂടുതൽ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ലോങ് ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തന്നെ വേറെ കുറേ ടേംസ് ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ഇസ് സിമ്പിൾ അല്ലേ? ഇതിനകത്ത് മര്യാദയ്ക്കൊന്ന് വായിച്ചു നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഫൈൻ. അടുത്തത്, സിഗ്ലർ-നാറ്റ കാറ്റലിസ്റ്റ് ഇസ് കോമൺലി യൂസ്ഡ് കാറ്റലിസ്റ്റ് സിസ്റ്റം. എന്താ സിഗ്ലർ-നാറ്റ കാറ്റലിസ്റ്റ് ഏതിലാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ. കൺഫ്യൂഷൻ ഒന്നുമില്ല, ചാടി കയറി എടുക്കാവുന്നതാണ്. TiCl4 എന്ന് വെച്ചാൽ എന്താണ്? ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് Al(C2H5) 3 times, അതായത് ട്രൈ ഈഥൈൽ അലൂമിനിയം. ടൈറ്റാനിയം ടെട്രാക്ലോറൈഡും ട്രൈ ഈഥൈൽ അലൂമിനിയവുമാണ് നമ്മൾ സിഗ്ലർ-നാറ്റ കാറ്റലിസ്റ്റ് ആയിട്ട് കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. An additive in LPG cylinders to aid gas leak detection is. ഇതിൻ്റെ അകത്ത് ഗ്യാസ് ലീക്ക് ഡിറ്റക്ഷൻ കാണിക്കാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന അഡിറ്റീവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇത് നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുക, എസ്പെഷ്യലി കോൾ എന്ന് പറയുന്ന ചാപ്റ്ററൊക്കെ അതൊക്കെ പഠിക്കുന്ന CBSE ഒക്കെ പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ LPG ഗ്യാസ് ഉണ്ടാക്കുമല്ലോ. LPG ഗ്യാസ് ഉണ്ടാക്കുമ്പം LPGൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു അഡിറ്റീവും കൂടെ ആഡ് ചെയ്യും. എന്തിനാണ് അഡിറ്റീവ് ആഡ് ചെയ്യുന്നത്? ഗ്യാസിന്റെ ലീക്കേജ് മനസ്സിലാക്കാനായിട്ട്. യൂഷ്വലി നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്യാസിന്റെ ലീക്ക് വന്നാൽ നമ്മൾ പെട്ടെന്ന് അറിയും അല്ലേ? എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ അറിയും. ഗ്യാസ് ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് മാറി ഹോളിൽ ഇരുന്നാൽ കൂടിയും നമുക്ക് ആ ഗ്യാസിന്റെ സ്മെല്ല് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷൻ വരുന്നത്? അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു അഡിറ്റീവ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കുമ്പോൾ കിട്ടുന്നുണ്ടാവില്ല, പക്ഷേ ഈ ഒരു വേർഡ് നിങ്ങൾ വളരെ ഫെമിലിയർ ആയിരിക്കും. വിച്ച് മീൻസ് ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട്. ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്നതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. സോ ദിസ് മീഥൈൽ മെർക്യാപ്റ്റൻ ഇസ് ഈഥൈൻ തയോൾ. ഓക്കെ, ഈ പറയുന്ന രണ്ട് കോമ്പൗണ്ടും സെയിം ആണ്. സോ ഈ പറയുന്ന ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? LPGൻ്റെ അകത്ത് എന്തെങ്കിലും ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ആ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ഗാർലിക്കിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ ഒരു റോട്ടൺ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെയാണ് ഈ പറയുന്ന ഈഥൈൽ മെർക്യാപ്റ്റന് യൂഷ്വലി ഉള്ളത്. ആ ഒരു കോമ്പൗണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഗ്യാസിനും ആ ഒരു പെർട്ടിക്കുലർ സ്മെല്ല് കിട്ടും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഗ്യാസ് ലീക്കേജ് വന്നിട്ടുണ്ടെങ്കിലും സ്മെല്ല് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു അഡിക്റ്റീവ് ഈ പറയുന്ന LPG സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അടുത്തത്, ഓക്കെ, ഹൈഡ്രോബോറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ ആണ്. അത് എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് ഹൈഡ്രോബോറേഷൻ. എസ്പെഷ്യലി ഈ പറയുന്ന CUT എക്സാം എഴുതുന്ന കുട്ടികളോട് ഒക്കെ ഞാൻ പറയുന്ന കാര്യമാണ്. ഈ പറയുന്ന ഹൈഡ്രോബോറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റാത്തൊരു റിയാക്ഷനാണ്. ഹൈഡ്രോബോറേഷൻ നമ്മൾ പഠിക്കുന്നത് ആൽക്കഹോൾസിൻ്റെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഒരു ജനറൽ റിയാക്ഷൻ പോലെ B6H6 ഓർ അതർവൈസ് വി ക്യാൻ യൂസ് BH3 എന്ന് പറയുന്നത് യൂസ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഡബിൾ ബോണ്ട് കോമ്പൗണ്ട് എടുക്കും, ദാറ്റ് ഇസ് ഒരു ആൽക്കീൻ എടുക്കും. ആ ആൽക്കീൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അത് സൈക്ലിക് ആൽക്കീനോ അതർവൈസ് നമുക്ക് ആലിഫാറ്റിക് ആൽക്കീൻസോ എടുക്കാം. സോ ഈ ആൽക്കീൻസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? BH3 ഓർ B2H6 നമ്മൾ ആഡ് ചെയ്യും. ഈ B2H6 ഓ BH3 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. എങ്ങനെ ബ്രേക്ക് ചെയ്യും? ആൻറ്റി മാർക്കോണിക്കോഫ്സ് റൂൾ ഫോളോ ചെയ്തിട്ട് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ആൻറ്റി മാർക്കോണിക്കോഫ്സ് റൂൾ എന്ന് പറയുന്നത് എന്താ? മാർക്കോണിക്കോഫ്സ് റൂൾ ആൻഡ് ആൻറ്റി മാർക്കോണിക്കോഫ്സ് റൂൾ ബോത്ത് ആർ ഡിഫറെൻറ്റ്, റൈറ്റ്? മാർക്കോണിക്കോഫ്സ് റൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജൻ വിൽ ഗോസ് ടു ദ ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ദ കാർബൺ ആറ്റം വിച്ച് പ്രസന്റ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്നുള്ളതാണ് അല്ലെ? നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യമാണ്. ഈ പറയുന്ന മാർക്കോണിക്കോഫ്സ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനും കൂടി ഉണ്ട്. അതും കൂടെ വളരെ കൃത്യമായിട്ട് ആലോചിച്ചിരിക്കണം. എന്താണ്? HBr ഉള്ള പ്രസൻസിൽ നമ്മൾ ഈ പറയുന്ന
എവിടെയാ ഹാലോ ആൽക്കെയിൻസിലും ഹാലോ അറീൻസും മുതൽ ആ ഒരു ചാപ്റ്റർ മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന 2 റൂളുകളാണ് മാർക്കോണിക്കോവ്സ് റൂള്, ആന്റി മാർക്കോണിക്കോവ്സ് റൂള്, സെയ്റ്റ്സെഫ് റൂള്. ഇതൊക്കെ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയണം. എന്താണ് മാർക്കോണിക്കോവ്സ് റൂള്? ഇപ്പോൾ ഒരു റിയേജന്റ് ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു പോസിറ്റീവ് റിയേജന്റ്, ഒരു പോസിറ്റീവ് പാർട്ടും ഉണ്ടാവും, നെഗറ്റീവ് പാർട്ടും ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും നോക്കുമ്പോൾ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജന്റ് വിൽ ഗോസ് ടു ദ ലെസ് കാർബൺ ആറ്റം വിച്ച് ഹാവ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നതാണ് അതിൻ്റെ മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് പറയുന്നത്. ആന്റി മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് പറയുന്നത് എന്താ? ഒരു ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ആ ബ്രേക്ക് ചെയ്ത ഡബിൾ ബോണ്ടിന്റെ വാലൻസിയിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്യുന്നു? ഒരു റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ ആ റിയേജന്റിന്റെ ഉള്ളിൽ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജന്റ് വിൽ ഗോസ് ടു ദ ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആണ് മാർക്കോണിക്കോവ്സ് റൂൾ എന്നുണ്ടെങ്കിൽ ആന്റി മാർക്കോണിക്കോവ്സ് റൂൾ നേരെ തിരിച്ച് ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഏത് കാർബണിലാണോ ഉള്ളത് അങ്ങോട്ടേക്കായിരിക്കും നമ്മുടെ നെഗറ്റീവ് പാർട്ട് പോകുന്നത്. നെഗറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജന്റ് വിൽ അറ്റാച്ച്ഡ് വിത്ത് ദ ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം, കാർബൺ ബിയറിംഗ് ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ദാറ്റ് ഇസ് നോൺ ആസ് ആന്റി മാർക്കോണിക്കോവ്സ് റൂൾ. 2 റൂളും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സെയ്റ്റ്സെഫ് റൂൾ. എന്താണ് സെയ്റ്റ്സെഫ് റൂൾ? നമ്മൾ എലിമിനേഷൻ റിയാക്ഷനിലൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. എലിമിനേഷൻ റിയാക്ഷനിലൊക്കെ ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്ത് വരുന്ന സിറ്റുവേഷനിൽ എവിടെ നിന്നായിരിക്കും ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുക? 2 ബീറ്റ ഹൈഡ്രജൻ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഏത് ബീറ്റ ഹൈഡ്രജനിൽ നിന്നുമായിരിക്കും ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുക? We should need to consider the less substituted and higher substituted alkyl group അല്ലേ? നമ്മുടെ കറസ്പോണ്ടിങ് കാർബൺ ഇരിക്കുന്നതിൻ്റെ 2 സ്ഥലത്ത് നമ്മൾ നോക്കുക, എവിടെയാണ് ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്, എവിടെയാണ് ഹയർ സബ്സ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ അകത്ത് എവിടെയാണോ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഗ്രൂപ്പ് ഇരിക്കുന്നത് അവിടെ നിന്നായിരിക്കും ബീറ്റ ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഹൈഡ്രജനും കാർബണും ഉള്ള സ്ഥലത്തു നിന്നായിരിക്കും ബീറ്റ ഹൈഡ്രജൻ എലിമിനേറ്റ് ആവുക റാദർ ദാൻ ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബൺ ആറ്റം. ഓക്കെ, അപ്പോൾ ആ ഒരു റൂളൊക്കെ വളരെ കൃത്യമായിട്ട് ഓർത്തിരുന്നിട്ട് വേണം എക്സാം എഴുതാൻ പോകാൻ. സോ ഈ ഹൈഡ്രോബൊറേഷനിൽ നമുക്ക് ഓൾറെഡി അറിയാം ഏതാണ് യൂസ് ചെയ്യുന്നത്, ആന്റി മാർക്കോണിക്കോവ്സ് റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ പറയുന്ന കോമ്പൗണ്ടിൽ തന്നെ അറിയാം ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഇവിടെ എന്ത് വരുന്നു? ഇവിടെ OH വരുന്നു. ഓക്കെ, ഇവിടെ OH വരുന്നു. സോ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ അകത്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് OH ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്യും. അതെങ്ങനെയാണ് OH അറ്റാച്ച് ചെയ്യുക? ആദ്യം ബി ആണ് വരുന്നത്. ആ ബീനെ നമ്മൾ എന്ത് ചെയ്യാണ്? H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ കറസ്പോണ്ടിങ് ട്രാൻസ് പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടുക. സോ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് നമുക്ക് ബാലൻസ് ഉള്ളൂ. സോ മാലിക് ആസിഡ് ഈസ് ജോമെട്രിക്കൽ isomer of fumaric acid. Which of the statement given below is true? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഏതാണ് ട്രൂ എന്ന് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ 2 കോമ്പൗണ്ടും കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അസിഡിറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് അല്ലേ? ഈ 2 കോമ്പൗണ്ടും കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് അസിഡിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അസിഡിറ്റി പ്രെഡിക്റ്റ് ചെയ്യുക? ഇതിൻ്റെ അസിഡിറ്റി എന്താണ്? അസിഡിറ്റിയും pKa വാല്യൂ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് pKa വാല്യൂ കൂടുതലാണെങ്കിൽ അസിഡിറ്റി കുറവാണെന്ന് നമ്മൾ പറയും അല്ലേ? അതുപോലെ തന്നെ pKa വാല്യൂ കുറവാണെങ്കിൽ അസിഡിറ്റി കൂടുതലാണെന്ന് നമ്മൾ പറയും. ഇതാണ് അസിഡിറ്റിയും pKa വാല്യൂവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് അറിയാം ഇതിനകത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഉള്ളത്? ഒബ്വിയസ്ലി ഈ പറയുന്ന മാലിക് ആസിഡ് ആയിരിക്കും. കാരണം ഇവിടെ നിന്ന് ഈ ഒരു പ്രോട്ടോണേഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇത് ഈ പറയുന്ന 2 ഗ്രൂപ്പും 2 ഡയറക്ഷനിൽ അകന്നിരിക്കുന്നതുകൊണ്ട് ദർ ഇസ് നോ ചാൻസ് ഫോർ ദി പ്രോട്ടോണേഷൻ ആൻഡ് ഈ പറയുന്ന ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ചാൻസ് ഒന്നും അതിൻ്റെ അകത്ത് കാണുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഇതിന് ലെസ് അസിഡിറ്റി ആണ്, ഇതിന് ഹയർ അസിഡിറ്റി ആണ്. അപ്പോൾ ഇതിന് pKa വാല്യൂ കൂടുതലാണ്, ഇതിന് pKa വാല്യൂ കുറവാണ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഇതാ ഫസ്റ്റ് pKa value of malic acid is less than first pKa value of fumaric acid. ഓക്കെ, സോ ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓൾമോസ്റ്റ് ഒരു 10-30 ക്വസ്റ്റ്യൻ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മെജോറിറ്റി ക്വസ്റ്റ്യനും സിമ്പിളാണ്, പക്ഷെ നമ്മളൊന്ന് ഇരുത്തി ആലോചിക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ഡയറക്റ്റ് ഇപ്പം നീറ്റിനാണെങ്കിലും കീമിനാണെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. കീമൊക്കെ മെജോറിറ്റി ആളുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സാമാണ്. സോ അതിൻ്റെ അകത്ത് നിന്നൊക്കെ പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കാര്യം വളരെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഒത്തിരി വളഞ്ഞ വഴിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് വിട്ട കുറേ കാര്യങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ബോർഡ് എക്സാം ബേസ്ഡ് ആണെന്നുണ്ടെങ്കിലും കീമിൻ്റെ ബേസിലാണെങ്കിലും നീറ്റിൻ്റെ ബേസിലാണെന്നൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് വിട്ട കുറേ ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാര്യം
വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമുക്കെല്ലാം മനസ്സിലായ പോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോളിമർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് നൈലോൺ 66ന്റെ പ്രിപ്പറേഷൻ. ഹെക്സാമെത്തിലിൻ ഡയമീനും അഡിപ്പിക് ആസിഡും കൂടെ ചേർന്ന്, ഹെക്സാമെത്തിലിൻ ഡയമീനും അഡിപ്പിക് ആസിഡ് എന്ന് പറയുന്ന 2 കോമ്പൗണ്ടും കൂടെ ചേർന്ന് കണ്ടൻസേഷൻ പ്രോസസ്സ് വഴി ഉണ്ടാവുന്ന പോളിമർ ആണ് നൈലോൺ 66. സോ ആക്ച്വലി വാട്ട് ഈസ് പോളിമർ? എന്താണ് പോളിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? പോളിമർ എന്ന് വെച്ചാൽ എങ്ങനെയാണ് സിമ്പിൾ കോമ്പൗണ്ടുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് വലിയ വലിയ കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ പോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ചെറിയ കോമ്പൗണ്ടുകൾ കമ്പൈൻ ചെയ്യും. ആ ചെറിയ കോമ്പൗണ്ടുകൾ കമ്പൈൻ ചെയ്തിട്ട് വലിയൊരു ചെയിൻ പോലെ, നമ്മൾ സാധാരണ ചെയിൻ ഉണ്ടാവില്ലേ, ചങ്ങല ഉണ്ടാവുന്ന എങ്ങനെയാണ്? ആ ചങ്ങല ഉണ്ടാവുന്ന പ്രോസസ്സ് തന്നെയാണ് പോളിമറൈസേഷൻ. ചെറിയ കണ്ണികൾ കൂട്ടിച്ചേർത്ത് വലിയ ചെയിൻ പോലെ ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചെറിയ ചങ്ങല കണ്ണികളിനെ നമ്മൾ പറയുന്ന പേരാണ് മോണോമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പോളിമർ ഏതാണ്, ആ പോളിമറിന്റെ മോണോമർ ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പം നാച്ചുറൽ റബ്ബർ ഒക്കെ ആണെങ്കിൽ ഐസോപ്രിൻ എന്ന് പറയുന്നതാണ് അതിന്റെ മോണോമർ എന്ന് പറയുന്നത്. ഐസോപ്രിൻ മോളിക്യൂൾസ് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് നാച്ചുറൽ റബ്ബർ ഉണ്ടാവുന്നത്. സോ അതുപോലെ തന്നെ വൾക്കനൈസേഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. വൾക്കനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ടയർ ഉണ്ടാക്കുന്ന റബ്ബറിൽ നിന്നാണ് അല്ലേ? നമുക്ക് 2 ടൈപ്പ് റബ്ബർ ഉണ്ട്, നാച്ചുറൽ റബ്ബറും ഉണ്ട്, സിന്തറ്റിക് റബ്ബറും ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ? നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത് നമ്മുടെ നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റബ്ബർ. അതല്ലാതെ തന്നെ സിന്തറ്റിക് റബ്ബർ ഉണ്ട്, നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് റബ്ബർ ക്രിയേറ്റ് ചെയ്തെടുക്കും. അതിനാണ് നമ്മൾ സിന്തറ്റിക് റബ്ബർ എന്ന് പറയുന്നത്. സോ ഈ റബ്ബറിന്റെ ഉള്ളിലേക്ക് നമ്മൾ സൾഫൈഡ് ബോണ്ടുകൾ ആഡ് ചെയ്യും. സൾഫൈഡ് ബോണ്ടുകൾ ആഡ് ചെയ്യുന്നത് എന്തിനാണ്? ആ റബ്ബറിന്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ടാണ്. ആ ടൈപ്പ് റബ്ബർ വെച്ചിട്ടാണ് നമ്മൾ ടയറുകളൊക്കെ ഉണ്ടാക്കുന്നത്. സോ ആ ടയറിന്റെ സ്ട്രെങ്ത് കൂടിയിരിക്കണമല്ലോ. ഒബ്വിയസ്ലി നമ്മൾ വണ്ടിയിലാണ് ടയർ ഇടുന്നത്, അപ്പോൾ അത് നമുക്ക് സ്ട്രെങ്ത്തിൽ ഇരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ ആ ഒരു ബോണ്ട് കൂട്ടാൻ വേണ്ടി, ആ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സൾഫർ ഈ പറയുന്ന റബ്ബറിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് വൾക്കനൈസേഷൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്, എന്താണ് വൾക്കനൈസേഷൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളത്. വൾക്കനൈസ് അല്ലെങ്കിൽ സൾഫർ ബോണ്ടുകൾ ഈ പറയുന്ന റബ്ബറിലേക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്താണ്, എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ റബ്ബർ. ഓക്കെ, അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്, അതായത് നിങ്ങളുടെ ചാപ്റ്റർ ഡിലീറ്റ് ചെയ്ത ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം ഈ പറയുന്ന സർഫസ് കെമിസ്ട്രിയിൽ നിന്നാണെങ്കിലും ഡീപ്പായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ പറയുന്ന കുസാറ്റിനുള്ളത്. അല്ലാതെ ഒരു സർഫസ് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത ഒരു കാര്യത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അറിവ് വേണം എന്നുള്ള ഒരു കാര്യമല്ല കുസാറ്റ് എയിം ചെയ്യുന്നത്. ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ പോളിമർ എന്ന് പറയുമ്പോൾ പോളിമറിനെ പറ്റി ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പോളിമർ എന്താണ്, പോളിമർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പോളിമർ എന്ന് പറയുന്ന 2 രീതിയിലുണ്ടാവും. അതായത് ആഡ് ചെയ്തുണ്ടാവാം, അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്തുണ്ടാവാം. വിച്ച് മീൻസ് ഇപ്പം ചെറിയ മോളിക്കിൾസ്, ഹൈഡ്രജൻ, അതുപോലെ വാട്ടർ മോളിക്കിൾ, കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്കിൾ, അങ്ങനെ ചെറിയ മോളിക്കിൾസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ബോണ്ട് ഫോം ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷൻ റിയാക്ഷൻ നടക്കുന്ന പോലെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് ഉണ്ടാവും. സോ അതിനെയാണ് നമ്മൾ അഡീഷൻ പോളിമർ, കണ്ടൻസേഷൻ പോളിമർ എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടൻസേഷൻ പോളിമറിൽ വരുന്ന ഒരു പോളിമറാണ് ഈ നൈലോൺ 66 എന്ന് പറയുന്നത്. നൈലോൺ 66 എന്ന് പറയുന്നത് ഹെക്സാ മെത്തിലീൻ ഡയമീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും അഡിപ്പിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും കൂടെ കണ്ടൻസ് ചെയ്തുണ്ടാവുന്ന ഒരു പോളിമറാണ് നൈലോൺ 66. അതുപോലെ തന്നെ നൈലോൺ എന്ന് പറയുന്ന നൈലോൺ 6 എന്ന് പറയുന്ന ഒരു പോളിമറും ഉണ്ട്. കാപ്രോലാക്ടം ആണ് ഈ നൈലോണിന്റെ മോണോമർ. ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ നൈലോൺ 66 എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള പ്രിപ്പറേഷൻ മെത്തേഡ് ഓർത്തിരിക്കുക. നൈലോൺ 6ന്റെ പ്രിപ്പറേഷൻ മെത്തേഡും കൂടെ ഓർത്തിരിക്കുക. കാപ്രോലാക്ടം എന്ന് പറയുന്നതാണ് അതിൻ്റെ കാപ്രോലാക്ടം എന്ന് പറയുന്നതാണ് നൈലോൺ 6ന്റെ മോണോമർ എന്ന് പറയുന്നത്. ആ മോണോമർ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, കാപ്രോലാക്ടം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പോളിമറിൽ നിന്ന് ഞാൻ കണ്ട ക്വസ്റ്റ്യൻ. എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. സോ ജനറലായിട്ട് നിങ്ങളുടെ എല്ലാ ചാപ്റ്ററും റെഫർ ചെയ്ത് പോകാനുള്ള ടൈമൊന്നും നമുക്കില്ല. പക്ഷേ ഈ സ്കിപ്പ് ചെയ്ത ചാപ്റ്റേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോവാം. ഓക്കെ, പഴയ NCERT ടെക്സ്റ്റ് ഒക്കെ എടുക്കുക. NCERT ടെക്സ്റ്റിലുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് ഇത്. ആ NCERT ടെക്സ്റ്റ് കളക്ട് ചെയ്തിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാമെന്ന് മാത്രം നോക്കിയാൽ മതി. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുള്ളൂ. ഓക്കെ,
സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലൈവിൽ പറയാനുള്ളത്. ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോ ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ എവറി വൺ ഗോയിങ് ടു അറ്റൻഡ് ദ എക്സാം ആസ് സൂൺ ആസ് പോസിബിൾ. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. നല്ല റാങ്കൊക്കെ മേടിച്ച് നല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ നേടി പഠിക്കാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.